Good evening once more. നമ്മൾ നേരത്തെ കണ്ട പോലെ ഇതാണ് ആർ സ്റ്റുഡിയോന്റെ ഇന്റർഫേസ്. കഴിഞ്ഞ തവണ നമ്മൾ വളരെ ചുരുക്കം കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. അതിൽ പ്രധാനമായിട്ട് പറഞ്ഞത് ഈ ആർ സ്റ്റുഡിയോനെ കുറിച്ചാണ്. ആറിനെ കുറിച്ചും ആർ സ്റ്റുഡിയോനെ കുറിച്ചും. ആർ സ്റ്റുഡിയോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ഈ 4 പാനൽസ് എന്താണെന്ന് പറഞ്ഞായിരുന്നു. ഈ താഴെ ഇടതുവശത്ത് കാണുന്നതാണ് നമ്മുടെ ആറിന്റെ കൺസോൾ. സാധാരണ ആറ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നതാണ് ഈ പാനൽ. അതിന്റെ തൊട്ട് മുകളിൽ ഇടതുവശത്ത് മുകളിലുള്ളതാണ് സ്ക്രിപ്റ്റ് വിൻഡോ. സ്ക്രിപ്റ്റ് വിൻഡോ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് സ്ക്രിപ്റ്റ് എഴുതി സേവ് ചെയ്ത് റൺ ചെയ്യാൻ പറ്റുന്ന വിൻഡോ ആണ്. വലതുവശത്ത് മുകളിൽ കാണുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏതെങ്കിലും എന്തൊക്കെ നമ്മുടെ വർക്ക് സൈറ്റിൽ അല്ലെങ്കിൽ വർക്കിംഗ് ഡയറക്ടറിയിൽ എന്തൊക്കെ ഉണ്ട്. ഗ്ലോബൽ എൻവയൺമെന്റ് എന്ന് പറയുന്ന ആറിനൊരു എൻവയൺമെന്റ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. എൻവയൺമെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നിനകത്ത് ഒന്നായിട്ട് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. അത് പിന്നീട് പറയാം. പറഞ്ഞ് കൺഫ്യൂഷൻ ആകാൻ സാധ്യതയുള്ളതുകൊണ്ട് അപ്പൊ അതാണ് ഈ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ തുടങ്ങുമ്പോൾ മിക്കവാറും ഗ്ലോബൽ എൻവയൺമെന്റിലായിരിക്കും. അപ്പോൾ അത് ഇപ്പൊ അതിലൊന്നുമില്ല, ഡാറ്റ ഒന്നുമില്ല. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റുന്നത് ഈ കൂടെയാണ്. ഈ ചൂലെന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂലല്ല, സായിപ്പിന്റെ ചൂല്. അതിന്റെ ഒരു ഇത് കാണിച്ചേക്കുന്നത് നമുക്ക് അവിടെയുള്ളതെല്ലാം എടുത്ത് കളയാൻ വേണ്ടിയുള്ള ഒരു ഐക്കണാണ്. താഴെ നമുക്ക് 2-3 ഓപ്ഷൻ ഉണ്ട്. ഹെൽപ്പ് ഇവിടെ വരും. പിന്നെ പാക്കേജസ്, ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പാക്കേജസ് യൂസ് ചെയ്താണ് അത് അതിന്റെ മെമ്മറി ഒപ്റ്റിമൈസ് ചെയ്ത്. അപ്പോൾ ആവശ്യമുള്ള പാക്കേജ് മാത്രമേ നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതനുസരിച്ച് ഈ പാക്കേജ് ഇൻസ്റ്റാളിങ് ഒക്കെയുള്ള സ്ഥലമാണ് ഈ വിൻഡോ. അതോടൊപ്പം തന്നെ പ്ലോട്ട് ചെയ്താൽ അവിടെയാണ് വരുന്നത്. പ്ലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ ഹെൽപ്പ് വിൻഡോ ഇത് തന്നെയാണ്. അപ്പൊ ഇത്രയാണ് ചുരുക്കി പറഞ്ഞാലുള്ള കഴിഞ്ഞ തവണ പറഞ്ഞ കാര്യങ്ങൾ. ഇതിനെക്കുറിച്ച് ഇപ്പൊ എന്തെങ്കിലും സംശയം റേസ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ പറയാം, നമ്മുടെ പുതിയ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ്. ഓക്കെ, അപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവാണ്. ഇത്തവണ ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച്, നമുക്കിപ്പോൾ ഇത് ഡാറ്റയെ കുറിച്ചാണ് നമ്മളെല്ലാവരും പറയുന്നത്. അതുകൊണ്ട് കുറച്ച് ഡാറ്റ കൈകാര്യം ചെയ്താലേ നമുക്ക് എന്തെങ്കിലും ചെയ്തു എന്നുള്ള ഒരു ഫീലിംഗ് വരുള്ളൂ. അതുകൊണ്ടാണ് ഇത്തവണ ഞാനൊരു ചെറിയ ഡാറ്റ സെറ്റ് ഞാൻ ഷെയർ ചെയ്തിരുന്നു. അത് എല്ലാവരും ഏതെങ്കിലും ഒരു സ്പേസ് അത് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതാണ്. കാരണം നമുക്കത് ഇതിലോട്ട് ഉപയോഗിക്കാൻ വേണ്ടി. പക്ഷെ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ വേറെ 1-2 കാര്യങ്ങളും കൂടെ നിങ്ങളെ കാണിച്ചു തന്നിട്ട് അതിലേക്ക് വരാം. അതില് നമ്മളിപ്പോൾ ഇത് പഠിപ്പിക്കുമ്പോൾ പലതരത്തിൽ പഠിപ്പിക്കാം. ആദ്യം നമുക്ക് എല്ലാ കമാൻഡും അതിന്റെ പെർഫെക്റ്റ് ഫോർമാറ്റിൽ പഠിപ്പിച്ചിട്ട് പിന്നെ ഡാറ്റയിലേക്ക് പോകാം. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിയുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നത് അതിന്റെ ഇടയിൽ കൂടെ ഡാറ്റയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ശരിക്കുള്ള ഒരു ഫീല് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്തായിരിക്കും വരുന്നത്. പക്ഷെ അങ്ങനെയല്ല. പലപ്പോഴും റിയൽ ലൈഫിൽ നമുക്ക് ഒരുപാട് ഡാറ്റ ക്ലീനിങ്ങിനാണ് പലപ്പോഴും കൂടുതൽ സമയം എടുക്കുന്നത്. പലപ്പോഴും അല്ല, എപ്പോഴും. അതിൻ്റെ ഫൈനൽ സ്റ്റേജസ് ലേക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്തവണ ആദ്യമായിട്ട് 2 കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നു. ഒന്ന്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് ആർ ആസ് കാൽക്കുലേറ്റർ. അതായത് ആറിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും സ്മോൾ, ഏറ്റവും ലോ എൻഡ് ഫംഗ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ആറിനെ ഒരു കാൽക്കുലേറ്റർ പോലെ ഉപയോഗിക്കാൻ പറ്റും. അതിൽ സാധാരണ കാണിക്കുന്ന എല്ലാ നമ്മുടെ ഓപ്പറേഷൻസും ആറിൽ വെറുതെ അത് കൺസോളിൽ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ പ്രോഗ്രാം വിൻഡോയിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്തും ഏതെങ്കിലും 2 സംഖ്യകൾ കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ. അപ്പോൾ ഇതിങ്ങനെ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ ആൻസർ വരും. ഇപ്പോൾ ഈ ആൻസർ എപ്പോഴും താഴെയാണ് വരുന്നത്, കൺസോളിലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മൈനസ്, സെയിം മൈനസും പ്ലസും ഒക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇത് തന്നെയാണ്. പിന്നെ മൾട്ടിപ്ലിക്കേഷന് ഉപയോഗിക്കുന്ന ചിഹ്നം നമുക്ക് സ്റ്റാർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റാർ ഉപയോഗിച്ചാൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ. അതുപോലെ ഈ ഫോർവേഡ് സ്ലാഷ് ആണ് ഡിവിഷന്റെ ചിഹ്നം. ഞാൻ വെറുതെ കുറെ നമ്പർ അടിക്കുന്നേ ഉള്ളൂ.
ഇതാണ് ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ്. പിന്നെ ഈ ഡിവിഷനിൽ വേറെ ഒരു ഇതുണ്ട്, നമുക്ക് ഹോൾ ഡിവിഷൻ. അതായത് ഇപ്പം ഇതേ സംഖ്യ തന്നെ നമുക്ക് ഹോൾ ഡിവിഷൻ ആയിട്ട് ചെയ്യണമെങ്കിൽ, അതായത് നമുക്ക് ഇൻറ്റിജർ ഡിവിഷൻ എന്ന് പറയും, അതായത് ഈ ഫ്രാക്ഷൻ ഒഴിവാക്കിയിട്ട് ഉള്ള ഡിവിഷൻ ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേകിച്ചൊരു സൈൻ ഉണ്ട്. അതായത് പെർസെൻറ്റേജ് പിന്നെ ഒരു സ്ലാഷ് പിന്നെ ഒരു പെർസെൻറ്റേജ്, അങ്ങനെ അടിച്ചു കഴിയുമ്പോൾ ആ ഹോൾ നമ്പർ എത്രയാണോ അത് മാത്രം വരും. ഇപ്പം നമുക്ക് അറിയാം, ഇപ്പം നേരത്തെ 10.06 എന്ന് വന്നതിൽ 10 മാത്രം, ബാക്കി റിമൈൻഡർ ആയിട്ട് വരും. റിമൈൻഡർ എത്രയാണെന്ന് അറിയണമെങ്കിൽ അതിന് വേറൊരു ഇത് ഉപയോഗിക്കണം. അത് കുറച്ചൊരു കമ്പർസമാണ്. ഈ രണ്ട് സൈൻ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിൻ്റെ ഇടയിലുള്ള സ്ലാഷ് എടുത്തു കളഞ്ഞാൽ അപ്പോൾ അതിൻ്റെ റിമൈൻഡർ കിട്ടും. ഇതാണ് മോഡുലാർ ഡിവിഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ ഈ കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ റേസ് ടു പവർ, അത് അതിന് ഈ അപ്പ് ആരോ ആണ് ഉപയോഗിക്കുന്നത്. ഈ 6ന്റെ 5, 6 എന്ന് പറയുന്ന സംഖ്യയുടെ മുകളിലാണ് അപ്പ് ആരോ. അപ്പം അപ്പ് ആരോ ഉപയോഗിച്ച റേസ് ടു ദ പവർ, അല്ലെങ്കിൽ 2 സ്റ്റാറും ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. അതാണ് റേസിംഗ് ടു ദ പവർ. പിന്നെ ലോഗരിതം എന്ന് മാത്രം കൊടുത്താൽ, നമ്മൾ ലോഗ് എന്ന് മാത്രം കൊടുത്താൽ അത് നാച്ചുറൽ ലോഗ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്ക് ലോഗ് 10 എന്ന് അടിച്ചിട്ട് സംഖ്യ കൊടുക്കുകയാണെങ്കിൽ ബേസ് 10ന്റെ ലോഗരിതം, അതുപോലെ ഏത് സംഖ്യ വേണമെങ്കിൽ ലോഗിന്റെ ബേസ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ അത് പോകും. പിന്നെ സ്ക്വയർ റൂട്ടിന് SQRT എന്നാണ് ഉപയോഗിക്കുന്നത്. പിന്നുള്ളത് ഇതുള്ള എല്ലാം ആയെന്ന് തോന്നുന്നു അല്ലേ. പിന്നെ ഓഫ് കോഴ്സ് ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു സീരീസ് ഓഫ് ഓപ്പറേഷൻസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സാധാരണ മാത്തമാറ്റിക്സ് പറയുന്ന റൂളൊക്കെ ആദ്യം നമ്മൾ ബോർഡ് മാസ് എന്ന് പറയുന്ന സാധനം, അതായത് ആദ്യം ബ്രാക്കറ്റ് എടുത്ത് കളയണം, അത് കഴിഞ്ഞിട്ട് ഡിവിഷൻ, അത് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ. ആ ഓർഡറിൽ വേണം ഓപ്പറേഷൻസ് ചെയ്യാൻ. ബ്രാക്കറ്റ്സ് ഔട്ട്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അതാണ് ബോർഡ് മാസ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ BODMAS. ആ റൂൾ അത് ഓഫ് കോഴ്സ് വേറെ മെസ്സേജ് വരും. അത് അങ്ങനെ ആ റൂൾ അത് ഫോളോ ചെയ്യും നമ്മൾ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ. ഇത്രയുമാണ് അരിത്മെറ്റിക്കൽ ഓപ്പറേഷൻസ് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ ഇത് കൂടാതെ ലോജിക്കൽ ഓപ്പറേഷൻസ് ഇതിൽ ചെയ്യാൻ പറ്റും. ലോജിക്കൽ എന്ന് പറയുന്നത് ട്രൂ ഓർ ഫാൾസ് എന്ന് നമ്മൾ ചോദിക്കുന്ന പോലെയാണ്. അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് അത് പറയുന്നു. അതാണ് അതിന്റെ സൈനാണ് ഈ ഗ്രേറ്റർ ദാൻ, ലെസർ ദാൻ ഒക്കെ ലോജിക്കൽ ഓപ്പറേറ്റീവ്സ് ആണ്. അതുപോലെ നമുക്കൊരു കാര്യം ചെയ്ത് നോക്കാം. 10 raised to 100 ആണ്. നമുക്ക് 100 ആണോ എന്നിങ്ങനെ ഈക്വൽ എന്ന് പറഞ്ഞാൽ ലോജിക്കലി ഇറ്റ് ഈസ് ജസ്റ്റ് സെയിം ഉള്ള അർത്ഥമാണ്. അപ്പോൾ 10 raised to ഈക്വൽസ് 100 എന്ന് പറഞ്ഞാൽ അതൊരു അരിത്മെറ്റിക്കൽ ഓപ്പറേഷൻ ആണ്. പക്ഷെ ലോജിക്കൽ എന്ന് പറയുമ്പോൾ അത് എല്ലായ്പ്പോഴും ശരിയായിരിക്കും എന്നുള്ള അർത്ഥത്തിലുള്ള ലോജിക്കൽ. അതായതാണ് ഈക്വൽ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സാധനം പിക്കപ്പ് ചെയ്യണമെങ്കിലൊക്കെ അതാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ജോണി എന്നുള്ള പേരുള്ള എല്ലാവരെയും ലിസ്റ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ അത് നമ്മൾ നെയിം ഈക്വൽ ജോണി എന്ന് കൊടുക്കേണ്ടി വരും. അതാണ് ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ്. പിന്നെ ഓഫ് കോഴ്സ് ഇതുപോലെ
ഒരു this is for less than അല്ല more than or equal to, അതുപോലെ തന്നെ less than or equal to, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതില് എന്താണ് ലോജിക്കൽ, ഇതിൽ വേറെ ഒന്നുമില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട ചില ഓപ്പറേഷൻസ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ബേസിക് സ്ട്രക്ചർ ഓഫ് ആറിൽ ഈ ഡാറ്റ എങ്ങനെയാണ് സേവ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സേവ് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ ഒരു ചില ബേസിക് റൂൾസ് അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ച് സംസാരിക്കാം. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അതോ ഇത് കഴിഞ്ഞിട്ട് മതിയോ? ഇത് മാർട്ടിനാണ്. നോട്ട് ഈക്വൽ ടു എന്നുള്ളത് പല ലാംഗ്വേജിലും ഡിഫറെന്റ് ക്യാരക്ടർ. ഇവിടെ നോട്ട് ഈക്വൽ ടു എക്സ്ക്ലമേഷൻ മാർക്കാണ് ഞാൻ കാണിച്ചു തരാം. നോട്ട് ഈക്വൽ ടു പറയുകയാണെങ്കിൽ കഴ്സറോടെ വരും. ഓക്കെ, അപ്പോൾ അതായത് ഇങ്ങനത്തെ ഈ എക്സ്ക്ലമേഷൻ മാർക്കാണ് നോട്ട് ഈക്വൽ ടു. ഇതിനെ എഴുതാമെന്ന് എനിക്ക് വലിയ പിടിയില്ല. 100 നോട്ട് ഈക്വൽ ടു 10⁻2 എന്ന് കൊടുത്തു നോക്കട്ടെ. പക്ഷെ ഇപ്പൊ ഒരു സാധനം നമ്മളെ ചൂസ് ചെയ്യൊക്കെ ആണെങ്കിൽ ഇക്വാലിറ്റി കൂടെ വേണ്ടിവരില്ലേ? ഇക്വാലിറ്റി വേണമെന്ന് തോന്നുന്നു. നോട്ട് ഈക്വൽ ടു എക്സ്ക്ലമേഷൻ മാർക്കാണ് കറക്റ്റ്. അതാണ് ശരിയാ. എക്സ്ക്ലമേഷൻ ഈക്വൽ, അതാണ് നോട്ട് ഈക്വൽ ടു. ഇതിൽ കൂടുതൽ വേറെ വല്ലതും ഉണ്ടോ? ശരിയാണ്, പറഞ്ഞ നന്നായി. കാരണം ആൻഡ് എളുപ്പമാണ്. ആൻഡ് തന്നെ ആൻഡ് ഇവിടെ ആൻഡ് ഉണ്ട്. ഓർ എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അത് കമ്പ്യൂട്ടറിന്റെ റൈറ്റ് സൈഡിൽ അങ്ങേയറ്റത്തുള്ള ഒരു കീ ആണ്. നമ്മൾ ഷിഫ്റ്റ് അടിച്ചിട്ട് ജസ്റ്റ് ഒരു വെർട്ടിക്കൽ ലൈനാണ് ഓർ എന്ന് പറയുന്നത്. ഉപയോഗിച്ചിട്ട് ആ കീ അമർത്തുമ്പോൾ അത് കിട്ടും. അതാണ് ഓർ. ആൻഡ് ഓർ. അപ്പൊ അത് ഏകദേശം എല്ലാ ലോജിക്കലും കവർ ചെയ്തു. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിന്റെ ആറിന്റെ ഡാറ്റ സ്ട്രക്ചറിനെ കുറിച്ചാണ് ബേസിക് ആയിട്ട്. ആൻഡ് ഓൾസോ ഹൗ ടു യൂസ് ആർ ഡയറക്ട്ലി ഫോർ ഡാറ്റ എൻട്രി. ദാറ്റ് ക്യാൻ ബി ഡൺ. പക്ഷെ അത് വലിയ ഡാറ്റ ഒന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആണെങ്കിൽ നമുക്ക് ചെറിയ ഡാറ്റ ആണെങ്കിൽ പെട്ടെന്ന് എൻ്റർ ചെയ്ത് അതിന് ഒരു ഗ്രാഫ് വരയ്ക്കാനോ അല്ലെങ്കിൽ ചില മാനിപ്പുലേഷൻസ് ചെയ്യാനോ ഒക്കെ പറ്റും. അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ബേസിക്കലി ആറിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വെക്ടർ ബേസ്ഡ് ലാംഗ്വേജ്. അതായത് എല്ലാം ഒരു വെക്ടറിൽ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് അത് സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് വളരെ എളുപ്പമുള്ള ഒരു സാധനമാണ്. കാരണം ഒരു വെക്ടർ ക്യാൻ ബി ഇക്വേറ്റഡ് ടു എ വേരിയബിൾ. അപ്പോൾ വെക്ടർ എന്ന് പറയുന്നത് അത് പലതരത്തിലുള്ള വെക്ടർ ആവാം. ഒരു ഗ്രൂപ്പ് ഓഫ് നെയിംസ്, ഗ്രൂപ്പ് ഓഫ് മെഷർമെന്റ്സ്, അങ്ങനെ പലതും ആവാം. അതാണ് അങ്ങനെ ബേസിക് ആയിട്ട് അതനുസരിച്ച് 2-3 ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ സപ്പോസ് കുറേ ആളുകളുടെ പേരാണെങ്കിൽ ഇപ്പോൾ ഞാൻ നെയിംസ് സി എഴുതിയിട്ട് ഇപ്പോൾ നമ്മൾ നെയിംസ് കൊടുക്കുമ്പോൾ എപ്പോഴും കോഡ്സ് കൊടുക്കണം. ഇങ്ങനെയാണ് സ്ട്രിങ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ? സ്ട്രിംഗ് ക്യാരക്ടർ. അതെ, സ്ട്രിംഗ് വേരിയബിൾ അല്ലെങ്കിൽ ക്യാരക്ടർ വേരിയബിൾ എന്ന് പറയുന്നതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സാധനം. അപ്പോൾ ഇതിൽ ഈ സി എന്ന് പറയുന്ന ആണ് ഗ്രൂപ്പിംഗ് വേരിയബിൾ, ഗ്രൂപ്പിംഗ് കമാൻഡ്.
ഐ തിങ്ക് കംസ് ഫ്രം യൂണിക്സ്. യൂണിക്സിൽ കാറ്റ് എന്നും കണ്ടാണ്. അതിന് പകരം ഇവിടെ സി കളക്ട് എന്നോ ശരിക്കുള്ള അതിന്റെ വാക്ക് കൺകാറ്റനേറ്റ് എന്നും കണ്ടാണ്. അതിൽ നിന്നാണ് കാറ്റ് വന്നത്. കൺകാറ്റിനേഷൻ. അതെ, അതിൽ നിന്നാണ് കാറ്റ് വന്നത്. കാറ്റിൽ നിന്നാണ് സി വന്നത്. കോളം വെക്ടർ. അതെ, അപ്പൊ ഇതിങ്ങനെ സിയുടെ ലെഫ്റ്റിലേക്കുള്ള പോയിന്റർ എന്താണ്? അതാണ് അസൈൻമെന്റ് ആണോ? അതെ, എക്സാക്ട്ലി അസൈൻമെന്റ് ഓപ്പറേറ്റീവ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് ബിഗിനേഴ്സിന് വേണ്ടി ഞാൻ പറയാണ്. അതായത് ഈ ഹരി, സീത, ജോൺ, കരീം 4 പേരുകൾ, അത് 4 നമ്മൾ കോട്ട്സിൽ ഇട്ടിട്ട് സെപ്പറേറ്റഡ് ബൈ കോമാസ്, അതെല്ലാം കൂടെ കളക്ട് ചെയ്യാനാണ് സി എന്ന് പറയുന്നത്. എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് അതിനെ നെയിംസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിലേക്ക് എടുക്കാനാണ് പറയുന്നത്. നെയിംസ് നമ്മളൊരു പേര്, ആ നെയിംസ് എന്നുള്ളത് നമുക്ക് എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ നെയിംസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ അപ്പൊ അത് എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് തിരിച്ച് ഇത് വന്നു കഴിയുമ്പോൾ അർത്ഥം കഴ്സർ വന്നു കഴിയുമ്പോൾ അർത്ഥം അത് അക്സെപ്റ്റ് ചെയ്തു എന്നാണ്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ വെറുതെ നെയിംസ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ അത് തിരിച്ച് നമുക്ക് അത് കാണിച്ചു തരും എന്താണ് ഈ നെയിംസിനകത്തുള്ളതെന്ന്. അപ്പോൾ അതാണ്. അപ്പൊ ദിസ് ഇസ് കോൾഡ് എ ക്യാരക്ടർ വെക്ടർ. അപ്പോൾ ഞാനിങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഹാഷ് അടിച്ചിട്ട് ടൈപ്പ് ചെയ്താൽ അത് കമാൻഡായിട്ട് എടുക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഓർമ്മിക്കാനുണ്ടെങ്കിൽ അങ്ങനെ ടൈപ്പ് ചെയ്യാം. ക്യാരക്ടർ ഓർ സ്ട്രിംഗ് വെക്ടർ. സാർ അത് ഗ്ലോബൽ എൻവയോൺമെന്റിൽ വരികയും ചെയ്തു ആ നെയിംസ് എന്ന് പറഞ്ഞത്. ഗ്ലോബൽ എൻവയോൺമെന്റിൽ ഇപ്പൊ നെയിംസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയും ചെയ്യും. അതെ അതെ. അപ്പൊ ഉടനെ അത് നമ്മുടെ ഗ്ലോബൽ എൻവയോൺമെന്റിലേക്ക് വരും. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ലെങ്ത് ആണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിൽ എത്ര യൂണിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര എൻ എന്ന സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് പറയുന്നതാണ് ഈ ലെങ്ത് എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതായത് 4 പേരുള്ളതുകൊണ്ട് 4 ആണ് അതിന്റെ ലെങ്ത്. അപ്പോൾ ഇപ്പോഴും എത്ര എൻട്രീസ് ഉണ്ടെന്ന് അറിയാനായിട്ട് ലെങ്ത് എന്നുള്ള കമാൻഡാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ദിസ് ഇസ് എ ബേസിക് ക്യാരക്ടർ വെക്ടർ. ഇനിയിപ്പോ നമ്മള് സപ്പോസ് ഈ അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഈ സാധനം, ഈ ഇങ്ങനത്തെ ആരോ പോലത്തെ ഒരു ഹൈഫൺ, അത് ആക്ച്വലി നമുക്ക് വി ക്യാൻ റീപ്ലേസ് ഇറ്റ് ബൈ ഈക്വൽ സൈൻ. ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ പേജ് എന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ പേജ് എന്ന് വേറൊരു വെക്ടർ ഉണ്ടാക്കുകയാണെങ്കിൽ പേജ് ഈക്വൽ സി, എന്തെങ്കിലും കുറച്ച് പേജ് നോക്കൂ. അപ്പോൾ നമ്പർ അടിക്കുമ്പോൾ നമ്മൾ കോഡ്സ് കൊടുക്കരുത്, അല്ലെങ്കിൽ അത് ഇറ്റ് അസ്യൂം ഇറ്റ് ഇസ് എ നെയിം. അപ്പോൾ പേജ് ഈക്വൽസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഏജ് എന്ന് അടിച്ചാൽ അത് അതേപോലെ നമുക്ക് കാണിച്ചു തരും. പക്ഷെ ഇതിന് കോഡ്സ് ഇല്ല, കാരണം അത് നമ്പറാണ്. ഇതിന് നമ്മൾ പറയുന്നത് ന്യൂമറിക് എന്നാണ് ആറിൽ പറയുന്നത്. ന്യൂമറിക് എന്നും പറയും, ഡബിൾ എന്നും പറയും. ഏജ് കഴിഞ്ഞിട്ട് നമ്മൾ ഈക്വൽ ടു എന്നുള്ള സിമ്പിൾ അല്ലേ കൊടുത്തത്? ആദ്യം നമ്മൾ നെയിംസ് കൊടുത്തു കഴിഞ്ഞപ്പോ ഏജ് കഴിഞ്ഞിട്ട് നമ്മൾ ഈക്വൽ ടു എന്നുള്ള സിമ്പിൾ അല്ലേ കൊടുത്തത്? ആദ്യം നമ്മൾ നെയിംസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അസൈൻ ചെയ്യാനായിട്ട് മറ്റേ ലെസ് ദാൻ. അതാണ് ഞാൻ പറഞ്ഞത്. അത് രണ്ടും നമുക്ക് ഇന്റർചേഞ്ചബിൾ ആയിട്ട് ഉപയോഗിക്കാം. രണ്ടും അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. അതായത് ഈ ഇടതുവശത്തുള്ളതിനെ വലതുവശത്തേക്ക് അസൈൻ ചെയ്യാണ്, അല്ല വലതുവശത്തുള്ളതിനെ ഇടതുവശത്തേക്ക് അസൈൻ ചെയ്യാണ്. പക്ഷേ സാധാരണ ഈ ആറിന്റെ ഇതിലെല്ലാം പുസ്തകത്തിലൊക്കെ പറയുന്നത് നിങ്ങൾ എപ്പോഴും ഈ ആരോ ഹൈഫൺ തന്നെ ഉപയോഗിക്കണം. കാരണം ഈക്വൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കുറെ കഴിയുമ്പോൾ, സാധാരണ നമ്മൾ ഈക്വല് വേറെ ഒരു ഉപയോഗം ഉണ്ടല്ലോ ഈക്വലിന്. അപ്പൊ അതുകൊണ്ട് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഐഡിയലി നിങ്ങൾ ഇത് ഉപയോഗിക്കണം എന്ന് പറയാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ മാതിരി ആളുകൾ കുറെ പരിചയിച്ച് കഴിയുമ്പോൾ ഈക്വൽ ഉപയോഗിക്കും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ വളയത്തിൽ ചാടിയിട്ട് അവസാനം വളയം അപ്പൊ ഇത് രണ്ടും ഈക്വലന്റ് ആണ്. ഈ അസൈൻമെന്റ് ഓപ്പറേറ്റർ ഇത് രണ്ടും ഈക്വലന്റ് ആണ്. അപ്പൊ ഇതിന് പൊതുവെ ഇക്വാളിറ്റിയും ഡബിൾ ഈക്വൽ
സൈനും ആണ് ഉപയോഗിക്കാറ്. ഇത് എല്ലാം ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. ഏതാ? ആ ആ ആ മറ്റ് ലാംഗ്വേജസിലെല്ലാം നമ്മൾ ആ ഒരു ഡിഫറൻസ് ഫെമിലിയർ ആണ്. ക്വാളിറ്റി അസൈൻ ചെയ്യുന്ന രണ്ട് ഈക്വൽ സൈൻസ് ഇട്ടിട്ടാണ്. ഓ അത് ശരി. ഓക്കെ. അപ്പോൾ ഇതില് ഡബിൾ എന്നും പറയും, ഇതിനല്ലെങ്കിൽ ന്യൂമറിക് എന്നും പറയും. ഡബിളിന്റെ പ്രത്യേകത ഇപ്പോൾ ഇതിന് ഡെസിമൽ, ഇപ്പൊ നമ്മളിപ്പോ 10, 12 ഹോൾ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷേ ആക്ച്വലി ഇറ്റ് ക്യാൻ ബി വിത്ത് എ ഡെസിമൽ പോയിന്റ് ഓൾസോ. യു ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് ഡെസിമൽസ് ആഫ്റ്റർ ദാറ്റ്. അപ്പൊ ഡബിൾ എന്ന് പറയുന്നത് അങ്ങനത്തെ വേരിയബിൾസ് ആണ്. അതായത് ന്യൂമറിക് എനി നമ്പർ, എനി നാച്ചുറൽ നമ്പർ വിൽ ബി ഡബിൾ. പിന്നെ അത് കൂടാതെ ഒരു ഇൻഡിജർ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഉണ്ട്. സപ്പോസ് ഇതിപ്പോ കുട്ടികളുടെ ഏജും നെയിംസ് ഏജും ആണെന്ന് വിചാരിച്ചാൽ നമുക്ക് ഒരു ക്ലാസ് എന്ന് പറയുന്ന ഒരു സാധനം വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നുള്ളത്. അപ്പൊ അതിൽ നമ്മൾ വെറുതെ ഇൻഡിജേഴ്സ് റൗണ്ട് നമ്പേഴ്സ് മാത്രമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ ഒരു എൽ, ക്യാപിറ്റൽ എൽ ചേർത്താൽ ദാറ്റ് വിൽ ബി ടേക്കൺ ആസ് an integer. ഇന്റിജർ എന്ന് പറഞ്ഞാൽ അതിൽ പറഞ്ഞ പോലെ ഹോൾ നമ്പർ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഡെസിമൽസ് ഒന്നും അലൗഡ് അല്ല. ഇത് ഇപ്പോൾ 3 ടൈപ്പായി. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് ഇപ്പൊ എന്ത് ടൈപ്പ് ഒരു സാധനം നമ്മുടെ എന്ത് വേരിയബിൾ ആണെന്ന് അറിഞ്ഞുകൂടെങ്കിൽ നമുക്കൊരു കമാൻഡ് ഉണ്ട്. ഒന്നുമില്ല അതൊരു ക്ലാസ് എന്താണെന്ന് ചോദിക്കാം, മോഡൽ എന്താണെന്ന് ചോദിക്കാം. ഏജ് ഒരു കമാൻഡ് കൊടുത്താൽ അപ്പൊ അത് അതിന്റെ ആൻസർ വരും, ന്യൂമറിക് എന്ന് പറഞ്ഞ്. മോഡ് നെയിംസ് ക്യാരക്ടർ. അപ്പൊ എന്ത് ടൈപ്പ് വേരിയബിൾ ആണെന്ന് സംശയം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ ഡാറ്റയൊക്കെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ പലതരത്തിൽ വരും. അപ്പോൾ അത് നോക്കാനായിട്ട് ഇത് സൗകര്യമാണ്. പിന്നെ വേറൊരു തരത്തിൽ ഇത് ചോദിക്കാം, ഈസ് ന്യൂമറിക്, ചോദ്യം ചോദിക്കുന്ന പോലെയും ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയും. പിന്നെ ഒരു ടൈപ്പ് ഓഫ് വേരിയബിൾ ഉണ്ട്, ദാറ്റ് ഇസ് കോൾഡ് ലോജിക്കൽ വേരിയബിൾ. ലോജിക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ അതിൽ ഓരോന്നും ട്രൂ ഓർ ഫോൾസ് ആണോ എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ ഏജ് എടുത്തു കഴിഞ്ഞിട്ട് 10, 12, 12, 11 അങ്ങനെ 4 ഏജാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പം ഇത് നമ്മൾ ഏജ് ഒരു ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് നടത്തിയാൽ ഏജ് അബവ് 11 എന്ന് പറഞ്ഞാൽ അപ്പൊ അത് ഓരോ ഇൻസ്റ്റൻസിലും ഏജ് എന്ന് പറഞ്ഞ വേരിയബിൾ എടുത്തിട്ട് അത് ഈ ലോജിക്കുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ അത് ഫസ്റ്റ് ഫോൾസ്, പിന്നെ ട്രൂ ഫോൾസ്. അപ്പൊ അങ്ങനെ അതൊരു വരും. ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു വേരിയബിൾ ആക്കാം. ഏജ് ഗ്രൂപ്പ് എന്നോ അങ്ങനെ എന്തെങ്കിലും. അപ്പൊ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്ന വേരിയബിള് അതിന്റെ ടൈപ്പ് എന്താണെന്ന് അടിച്ചു നോക്കിയാൽ അത് ലോജിക്കൽ ആയിരിക്കും. അപ്പൊ ലോജിക്കൽ എന്ന് പറയുന്ന ഒരു വേരിയബിളും ഉണ്ട്. നമ്മൾ 4 എണ്ണം പഠിച്ചു: ക്യാരക്ടർ, ന്യൂമറിക്, ഇൻഡിജർ ആൻഡ് ലോജിക്കൽ. ലോജിക്കലിന് ഒരു അട്രിബ്യൂട്ടും കൂടെ ഉണ്ട്. ലോജിക്കൽ എന്ന് പറയുന്നത് പിന്നെ ഒരു ന്യൂമറിക്കൽ ഈക്വലന്റും കൂടെ ഉണ്ട്. അതായത് ക്ലാസ് മോഡ്, അത് ഞാൻ ക്ലാസ് മോഡ് തമ്മിൽ വ്യത്യാസം ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ തൽക്കാലം ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പൊ ലോജിക്കലിൽ ഇപ്പൊ അവര് ട്രൂ ആൻഡ് ഫോൾസ്, ട്രൂ എന്ന് പറയുന്നതിന് 1 ആയിട്ടും ഫോൾസ് എന്ന് പറയുന്നതിന് 0 ആയിട്ടും എടുക്കും. അപ്പോൾ അങ്ങനെ അത് ചില സമയത്ത് നമുക്കത് ആ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അതും കൂടി അറിഞ്ഞിരിക്കണം. ഇപ്പൊ ലോജിക്കൽ
സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾസ് എല്ലാം തന്നെ നമ്മുടെ ഡാറ്റാ സയൻസിലും സ്റ്റാറ്റിസ്റ്റിക്സിലും ഒക്കെ ഉപയോഗിക്കുന്ന വേരിയബിൾസ് എല്ലാം തന്നെ ഈ 4 ടൈപ്പിൽ പെടും. 4 അല്ല, ഒരെണ്ണം കൂടെ ഉണ്ട്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ദർ ഇസ് അനദർ ടൈപ്പ് ഓഫ് വേരിയബിൾ കോൾഡ് ഫാക്ടർ. ഫോർ ഇൻസ്റ്റൻസ് അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിംഗ് വേരിയബിൾ ആണ്. ഇപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് 4 പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ഒരു 3 പേരുകൾ ആണ് ഒരു പെണ്ണുമാണെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സെക്സ് എന്നൊരു വേരിയബിൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ പക്ഷെ അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ അതിനെ ഒരു ക്യാരക്ടർ വേരിയബിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ക്വസ്റ്റ്യൻ. ആ. സ്ക്രിപ്റ്റ് വിൻഡോയിൽ കമാൻഡ് എഴുതിയിട്ട് സാറ് എൻ്റർ അടിക്കുവാണോ അതോ? അല്ല, ഞാൻ റൺ ചെയ്യാണ്. അതായത് എൻ്റെ കമ്പ്യൂട്ടറിൽ ഈ നമ്മുടെ മാക്കിലാണെങ്കിൽ കമാൻഡ് എൻ്റർ, വിൻഡോസിൽ അതിന് കൺട്രോൾ എൻ്റർ, അല്ലെങ്കിൽ ഫോണിലൊക്കെ ഈ വിൻഡോയിൽ ഈ റൺ അടിച്ചാലും മതി. ഇവിടെ ഒരു റൺ വർക്ക് ചെയ്യുന്നുണ്ട്, കൺട്രോൾ എൻ്റർ വേണം വിൻഡോയിൽ അല്ലേ? അതെ. എല്ലാവരും കമന്റ് ബോക്സും കൂടെ നോക്കിക്കോളൂ. അവിടെ ഡെന്നിസ് ഒരു റണ്ണിങ് കമന്ററി കൂടെ നോക്കുന്നുണ്ട്. അതെനിക്കിപ്പോ കണ്ടുകൂടാ. എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടെങ്കിൽ പറയണേ. ഇല്ല, സാറ് പറയുന്നതിന്റെ ഒരു അസൈൻമെന്റ് ഓപ്പറേറ്ററിനെ പറ്റി ടൈപ്പ് ചെയ്തു. ഏതാ? അതിന്റെ ചില എക്സാമ്പിൾസ് എക്സ്പ്ലനേഷൻ കൂടുതലായിട്ട് കൊടുക്കുന്നേ ഡെന്നീസ് ഉള്ളത് വലിയൊരു സഹായമാണ്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നാലും ഡെന്നീസ് സോൾവ് ചെയ്യുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. അപ്പോൾ ഇതിപ്പോ നമ്മൾ ക്യാരക്ടർ ആയിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷെ ഇതിനെ നമ്മളൊരു ഫാക്ടർ വേരിയബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതെന്ത് ചെയ്യുന്ന വെച്ചാൽ അത് അതേ സെയിം നെയിമിൽ തന്നെ നമ്മൾ ഒന്നുകൂടെ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഫാക്ടർ സെക്സ് എന്ന് പറയുമ്പോൾ അതൊരു ഫാക്ടർ വേരിയബിൾ ആവും. ഇനി നമ്മൾ മോഡ് ചോദിച്ചാൽ, പക്ഷെ ഇപ്പൊ എന്ത് പറ്റുന്ന പറഞ്ഞാൽ മോഡ് ചോദിക്കുമ്പോൾ ഒരു ഫാക്ടർ വേരിയബിൾ ആയിക്കഴിഞ്ഞാൽ ഉടനെ അതിന്റെ മോഡ് ന്യൂമറിക് ആവും. കാരണം അത് കോഡ് ചെയ്യുന്നത് എപ്പോഴും നമ്പർ ആയിട്ടായിരിക്കും, 1 2 എന്നുള്ള രീതിയിലായിരിക്കും. ഫാക്ടർ ആക്കി കഴിഞ്ഞാൽ ഇന്റേണൽ കോഡിംഗ് വിൽ ബി അക്കോർഡിംഗ് ടു നമ്പർ and the number will follow the order. അതായത് ഇപ്പോൾ സെക്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും അത് നമ്മൾ ക്യാരക്ടർ വേരിയബിൾ ആയിട്ട് കോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആൽഫബറ്റിക് ഓർഡറിൽ പോകും. അപ്പോൾ എഫ് കംസ് ബിഫോർ എം, സോ എഫ് വിൽ ബി കോഡഡ് ആസ് 1, എം വിൽ ബി കോഡഡ് ആസ് 2. അപ്പോൾ അതുകൊണ്ട് അതാണത് ന്യൂമറിക് എന്ന് പറയുന്നത്. പക്ഷെ അതിന് വേറൊരു ആട്രിബ്യൂട്ടും കൂടി ഉണ്ട്, ക്ലാസ് എന്ന് പറയുന്നത്. ഓരോ വേരിയബിളിനും ഉണ്ട്, ഓരോ വെക്ടറിനും ഉണ്ട്. പക്ഷെ ക്ലാസ് ചോദിക്കുകയാണെങ്കിൽ അത് ഫാക്ടർ ആണെന്ന് പറയും. ഫാക്ടർ ഇത്തിരി ഒരു കോംപ്ലിക്കേറ്റഡ് ആണ്. അതുപോലെ തന്നെ അതിന് ഫാക്ടറിന് ലെവൽസ് ഉണ്ട്. ലെവൽസ് ആണ് നമ്മൾ കാണുന്ന ലേബൽസ്. അതായത് ഒരു ഫാക്ടർ വേരിയബിൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ലെവൽസ് ചോദിച്ചാൽ അത് ഏതൊക്കെയാണ് ലെവൽസ് എന്ന് പറഞ്ഞു തരും. ഫീമെയിൽ ആൻഡ് മെയിൽ. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് വേരിയബിൾസ്. പിന്നെ ഇത് കൂടാതെ ഉള്ള വേരിയബിൾസ് ഉണ്ട്. കോംപ്ലക്സ് നമ്പേഴ്സ് ഒക്കെ അങ്ങനെ വെക്ടേഴ്സ് ആക്കാൻ സാധിക്കും. പക്ഷെ അതൊന്നും സാധാരണ നമ്മുടെ ഉപയോഗത്തിൽ അതൊന്നും വരാറില്ല. അത് നല്ല ഹയർ ലെവൽ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ ഈ വെക്ടർ ഞാൻ പറഞ്ഞതുപോലെ എല്ലാം ഈ വെക്ടറൈസ്ഡ് ആണെന്ന് പറയാനുള്ള ഒരു കാര്യം, നമ്മളിപ്പോ ഈ ആറിൽ എന്ത് ഓപ്പറേഷൻ ചെയ്താലും അത് ആ ഹോൾ വെക്ടറിനെ മുഴുവൻ അഫക്റ്റ് ചെയ്യും. ഇപ്പൊ നമ്മുടെ ഏജ് +2 എന്ന് അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാത്തിനോടും 2 കൂട്ടും. അതുപോലെ ഏജിനെ മൾട്ടിപ്ലൈ ചെയ്താലും എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യും. അത് നമ്മളെപ്പോഴും ഓർക്കണം. ബിക്കോസ് ഇറ്റ്സ് ഓൾ ഓപ്പറേഷൻസ് ആർ അപ്ലിക്കബിൾ ടു ദ ഹോൾ വെക്ടർ.
സപ്പോസ് നമ്മൾ വേറൊരു വെക്ടർ വെച്ച് മൾട്ടിപ്ലൈ ആണ്, ഇപ്പോൾ ഇതിനുമായിട്ട് നമ്മൾ വേറൊരു പ്ലസ് അപ്പൊ അത് കൃത്യമായിട്ട് അത് ആ പൊസിഷനിലുള്ളതിനെ ആഡ് ചെയ്യും. ഇപ്പൊ ഈ ആദ്യത്തേതിനോട് 1 കൂട്ടും, മറ്റേതിനോട് 1 കൂട്ടും, പിന്നെ 3 കൂട്ടും, പിന്നെ 4 കൂട്ടും. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് അങ്ങനെയാണ് ചെയ്യുന്നത് സെയിം ലെങ്ത് ആണെങ്കിൽ. അഥവാ ഇനി അത് ഷോർട്ടർ ആണെങ്കിൽ അത് റീസൈക്കിൾ ചെയ്യും, എന്നിട്ടൊരു വാർണിംഗ് തരും. അത് ചെയ്യും, പക്ഷെ അതെന്താ വെച്ചാൽ ആദ്യം ഇതിലിപ്പോ രണ്ടാമത് നമ്മൾ ആഡ് ചെയ്തതിന് 3 ലെങ്ത് 3 ഉള്ളൂ, 1 1 3 ഉള്ളൂ. അപ്പൊ ഒന്ന് ആദ്യത്തെ 10 തോന്നുന്നു ആദ്യത്തെ അല്ലേ, 10നോട് അല്ലേ, അതെ 10നോട് 1 കൂട്ടുന്നു, 12നോട് 1 കൂട്ടുന്നു, 12നോട് പിന്നെ 3 കൂട്ടുന്നു, പക്ഷെ 11നോട് പിന്നെ തിരിച്ച് 1 കൂട്ടും, കാരണം അതിനെ ഒന്നും കൂടെ റീസൈക്കിൾ ചെയ്യും. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇതാണ് ഇതില് ഈ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്റ്റാറ്റ്സിൽ പറയുന്ന ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നുള്ള രീതിയിലാണ് ഫാക്ടറിയൽ അനാലിസിസ്. ഫാക്ടർ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വേരിയബിൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫാക്ടർ എന്ന് പറയുന്നത്. അത് ശരിയാണ്, കാരണം ഫാക്ടർ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് റിഗ്രഷനിലാണ്. അപ്പൊ അതിൽ ഗ്രൂപ്പിംഗ് വേരിയബിൾസ് വരുവാണെങ്കിൽ അത് ഫാക്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെറുതെ ന്യൂമറിക് വേരിയബിൾ വെച്ച് ചെയ്യാം. പക്ഷെ ന്യൂമറിക് വേരിയബിൾ ആണ് നിങ്ങൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ ഒരു കണ്ടിന്യൂസ് വേരിയബിൾ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് ആസ് എൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ കൺസിഡർ ഏജ് അഗൈൻസ്റ്റ് അല്ലെങ്കിൽ വെയിറ്റ് അഗൈൻസ്റ്റ് ഹൈറ്റ്. അങ്ങനെ വരികയാണെങ്കിൽ അതിൽ പ്രെഡിക്റ്റിംഗ് വെയിറ്റ് ഫ്രം ഹൈറ്റ് ആണെങ്കിൽ അതിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്, പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ നേരെ മറിച്ച് നമ്മൾ സെക്സ് വെച്ച് പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ അതൊരു ഫാക്ടറായിട്ട് യൂസ് ചെയ്യേണ്ടി വരും, ഗ്രൂപ്പിംഗ് വേരിയബിൾ ആയിട്ട്. അതിനാണ് നമ്മൾ ഫാക്ടർ പറയുന്നത് ഉപയോഗിക്കുന്നത്. പിന്നെ ഗ്രാഫിലും ഒക്കെ ഫാക്ടർ വളരെ ഉപയോഗപ്രദമാണ്, കാരണം ചില പ്രത്യേക ഗ്രൂപ്പ്സിന്റെ മാത്രമായിട്ട് നമുക്ക് ഗ്രാഫിനെ പല തട്ടായിട്ട് മാറ്റണമെങ്കിൽ ഫാക്ടർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ വെരി യൂസ്ഫുൾ വേ ഓഫ് പാർട്ടീഷനിങ് യുവർ ഗ്രാഫ്സ്. അപ്പോൾ ഒരു ഗ്രാഫ് ഉണ്ടാക്കിയിട്ട് അത് മെയിൽസിനും ഫീമെയിൽസിനും പ്രത്യേകം കാണിക്കണമെങ്കിൽ അതിനെ നമുക്ക് ഈ ഫാക്ടർ വേരിയബിൾ വെച്ച് അതിനെ ഡിവൈഡ് ചെയ്ത് കാണിക്കാം. പക്ഷെ മറ്റുള്ള ടൈപ്പ് ഓഫ് വേരിയബിൾസ് പറ്റില്ല അങ്ങനെ. കാറ്റഗറി എന്ന് പറയാൻ പറ്റുമോ ഇതിനെ? കാറ്റഗറി എന്ന് വേണമെങ്കിൽ പറയാം. കാറ്റഗോറിക്കൽ വേരിയബിൾ, സ്റ്റാറ്റിസ്റ്റിഷ്യൻസ്, അങ്ങനെ പല ഡിസ്ക്രീറ്റ്, അങ്ങനെ പല പേരുകളിൽ പറയാം. കാറ്റഗറി എന്നുള്ളത് പറയുന്നത് ശരിയാണ്, കാറ്റഗോറിക്കൽ വേരിയബിൾ എന്ന് പറയാം. പക്ഷെ അത് നമ്മൾ കോഡ് ചെയ്യുന്നത് ഇപ്പൊ ചിലപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇന്റിജർ വേരിയബിളിനെയും ഫാക്ടർ ആക്കാം, ക്യാരക്ടർ വേരിയബിളിനെയും ഫാക്ടർ ആക്കാം. അതുകൊണ്ട് അതിൽ ഹോൾ നമ്പേഴ്സ് ഉള്ള മാത്രം ഇപ്പൊ ഗ്രൂപ്പ് 1 2 3 എന്നിട്ടിട്ട് അതിനെ ഫാക്ടർ ആക്കാം. അല്ല ഇനി ഇതുപോലെ പേര് കൊടുത്തിട്ടാണെങ്കിൽ അതിനെയും ഫാക്ടർ ആക്കാം. ഫാക്ടർ ആക്കാൻ രണ്ടിനും പറ്റും. ആരൊരു സ്റ്റാറ്റ്സ് ഓറിയന്റഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അത് ഓർമ്മ വന്നത്. അതെ, ബേസിക്കലി ഇതൊരു സ്റ്റാറ്റ്സ് ഓറിയന്റഡ് പ്രോഗ്രാം ആണ്. അപ്പൊ അത് ആ രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വെക്ടർ എല്ലാം ഒരു വെക്ടർ ഇസ് സംതിങ് ലൈക്ക് എ വേരിയബിൾ. അതാണ് അതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഒരു വെക്ടർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് അനദർ റൂൾ വിച്ച് യു ഹാവ് ടു റിമെമ്പർ. എ വെക്ടർ ക്യാൻ ഹാവ് ഓൺലി വൺ ടൈപ്പ് ഓഫ് എലിമെന്റ്. ഇപ്പോ ഒരു ക്യാരക്ടർ ആണെങ്കിൽ അതെല്ലാം ക്യാരക്ടർ ആയിരിക്കണം, നമ്പർ ആണെങ്കിൽ എല്ലാം നമ്പർ ആയിരിക്കണം, ലോജിക്കൽ ആണെങ്കിൽ എല്ലാം ലോജിക്കൽ ആയിരിക്കണം, മിക്സ്ചർ പാടില്ല. ഇനി അഥവാ നമ്മൾ അങ്ങനെ മിക്സ് ചെയ്താൽ, ഇപ്പൊ സപ്പോസ് 1 2 3 പിന്നെ അതിന്റെ കൂടെ ഒരു നെയിമും കൂടെ കൊടുത്താൽ അത് 1 2 3 എല്ലാം നെയിം ആയിട്ട് കൺസിഡർ ചെയ്യും, എല്ലാത്തിനെയും പിടിച്ച് ക്യാരക്ടർ ആക്കും. അതിന്റെ ഒരു ലോവസ്റ്റ് ലെവൽ ഓഫ് കാറ്റഗറിയിലോട്ട് അതിന് അല്ലെങ്കിൽ അതിന്റെ മോഡിലോട്ട് അതിൽ പിടിച്ചിട്ടും. അതാണ് അതിന്റെ ഒരു സ്വഭാവം. അപ്പം സോ ഇറ്റ് ഹാസ് ടു ബി വൺ ടൈപ്പ് ഓഫ്, അതാണ് ഈ മോഡ് എന്ന് നമ്മൾ പറയുന്നത്. എന്താണ് അതിന്റെ മോഡെന്നോ ടൈപ്പ് എന്നോ പറയും. ഈ മോഡാണ് ഈ പറഞ്ഞ പോലെ ന്യൂമറിക്, ഇൻറ്റിജർ, ക്യാരക്ടർ, ഫാക്ടർ, ലോജിക്കൽ എന്ന ബേസിക്കലി 5 ടൈപ്പ് നമ്മൾ പറയുന്നത്. കൂടാതെ പിന്നെ ചിലതൊക്കെ ഉണ്ട് നമ്മൾ
തൽക്കാലം അതിലോട്ട് നമ്മൾ പോകുന്നില്ല. വേറെ സംശയം, പൈത്തണിലാണെങ്കിൽ നമുക്ക് ലിസ്റ്റ് ആൻഡ് അറേസ് ആണുള്ളത്. അപ്പൊ അതിനെ നമുക്ക് മുറിക്കാം, കൂട്ടിച്ചേർക്കാം. ലിസ്റ്റ് അതിന് ലിസ്റ്റ് ആൻഡ് അറേസ്. ഓക്കെ, അത് ഞാൻ നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് അപ്പൻഡ് ചെയ്യാം. അതുപോലെ 2 ലിസ്റ്റുകളെ കൂട്ടിച്ചേർക്കാം, മുറിക്കാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇതില് അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതൊക്കെ ചെയ്യാം. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഈ ടെർമിനോളജിയിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഞാൻ കുറച്ച് പൈത്തൺ പഠിച്ചിട്ടുണ്ട്. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആറില് അവർ ഉദ്ദേശിക്കുന്നത് ഒരു മിക്സ്ചറാണ്. ഇപ്പോൾ ന്യൂമറിക്കലും ഇപ്പോൾ ക്യാരക്ടറും എല്ലാം കൂടെ ചേർക്കാം. പക്ഷെ അങ്ങനെ then it becomes a list. It will not be a vector. അപ്പൊ അതാണ് അത് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അതങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലിസ്റ്റായിട്ട് പറയാന്ന് പറഞ്ഞാൽ അത് പല തരത്തിലുള്ള എലിമെന്റ്സ് കൂടുമ്പോഴാണ് ലിസ്റ്റായിട്ട് കണക്കാക്കുന്നത്. പിന്നെ അറേ എന്ന് പറയുന്നത് ഇതിൽ ഒരു ഹയർ ലെവൽ ഇതാണ്. അതായത് വെക്ടർ, കുറെ വെക്ടേഴ്സ് ചേർന്നാൽ ഒരു 2 dimensional ഒരു ദാറ്റ് ബിക്കംസ് എ മാട്രിക്സ്. മാട്രിക്സ് ഓഫ് കോഴ്സ് നമ്മൾ മാത്സിൽ പറയുന്ന പോലെ തന്നെ റോസ് ആൻഡ് കോളംസ് ഉള്ള നമ്പേഴ്സ് മാത്രമാണെങ്കിൽ അതൊരു ന്യൂമറിക്കൽ മാട്രിക്സ്. തിരിച്ച് നെയിംസ് മാത്രമാണെങ്കിൽ അതൊരു നെയിംസിന്റെ ഒരു മാട്രിക്സ് ആയിട്ട് മാറും. പക്ഷെ 2 dimension കഴിഞ്ഞ് മൂന്നാമതൊരു ഡയമെൻഷനും കൂടെ ഉണ്ടെങ്കിൽ ദാറ്റ് ബിക്കംസ് ആൻ അറേ ഇൻ ആർ. അതാണ് അതിന്റെ ഒരു ടെർമിനോളജിയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പിന്നെ പറയാനുള്ളത് 1-2 കാര്യം കൂടെ ഇതിൽ പറയാനുള്ളത്. ഒന്ന്, ഈ ചില റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ചില വെക്ടേഴ്സ് ഉണ്ട്. ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ repeat 1 10 times എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നൊന്നൊന്നൊന്ന് അടിച്ചു വരും. അപ്പൊ അത് വേണമെങ്കിൽ നമുക്കൊരു ചില സമയത്ത് നമുക്ക് അതൊരു വെക്ടർ ആക്കേണ്ടി വരും. ഇപ്പോൾ വേറൊരു ഇത് പറയുകയാണെങ്കിൽ ഇപ്പോൾ repeat 1 10 times, repeat 2 10 times അടിച്ചു കഴിഞ്ഞാൽ ബ്രാക്കറ്റുകൾ എപ്പോഴും ക്ലോസ് ചെയ്യാൻ. അപ്പൊ ഇങ്ങനെ ഒരു വേരിയബിൾ നമുക്ക് കിട്ടും. ഞാനിത് അസൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അത് വേറെ പേരൊന്നുമില്ല, ജസ്റ്റ് അടിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ അതിങ്ങനെ 1 1 10 തവണ 2 2 10 തവണ. അപ്പൊ നമുക്കിപ്പോ 10 suppose it's a variable, suppose it's a group of 10 males and 10 females and you want to assign 1 as male and 2 as female. നമുക്ക് പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഈ റിപ്പീറ്റേഷൻ. അപ്പോൾ അതിലിപ്പോ ഇതുപോലെ അത് പിന്നെ ഇങ്ങനെ കൂട്ടിച്ചേർക്കാം. റിപ്പീറ്റ് ഇതുപോലെ സി വെച്ചിട്ട് കോമ വെച്ച് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ തന്നെ വേറൊന്നാണ് ഈ സീക്വൻസ് CQ എന്ന് പറയുന്നത്. 1 1 200 by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1 + 2 3 3 + 2 5 അങ്ങനെ പോയി 99 വരെ എത്തും. അതായത് അതിൽ ഫ്രം 1 to 100 ഇൻക്രിമെന്റ് ഓഫ് 2, അതാണ് ഈ സീക്വൻസ് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. അത് തിരിച്ചും നമുക്ക് ചെയ്യാൻ പറ്റും. സീക്വൻസ് 100 0. പക്ഷെ അവിടെ വരുമ്പോൾ നമ്മൾ -2 അടിക്കണം, കാരണം താഴോട്ട് വരുമ്പോൾ 2 കുറച്ച് വരും. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സ് വെച്ച് കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് അത് ആവശ്യം വരും. ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ വേറെ ഒരു ഇതുള്ളത് വെറുതെ 1:1:100 എന്ന് അടിച്ചു കഴിഞ്ഞാൽ 1 മുതൽ 100 വരെയുള്ള നമ്പർ അങ്ങനെ വരും. അപ്പൊ ഇതൊക്കെ ചിലപ്പോൾ യൂസ്ഫുൾ ആണ്. സപ്പോസ് നമുക്ക് ഒരു ID നമ്പർ ഉണ്ടാക്കണമെങ്കിൽ അതിനെ ഒരു വേരിയബിൾ ആക്കാം. ID ഈക്വൽസ് ഒന്നെങ്കിൽ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ID അതൊരു വേരിയബിൾ ആയിട്ട് മാറും. ചില ഡാറ്റാബേസിലൊന്നും നമുക്ക് ID ഇല്ലാതെ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ID ക്രിയേറ്റ് ചെയ്യില്ലെങ്കിൽ ചിലപ്പോൾ ചില കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് എളുപ്പം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെന്താ ചോദിച്ചു, സ്പ്ലിറ്റ് ചെയ്യുന്നതോ? അതെ, നമുക്ക്
വേണമെങ്കിൽ ഒന്നിൽ നിന്ന് രണ്ട് ഒക്കെ ഇടയ്ക്ക് എങ്ങനെ? മാറ്റുകയോ അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് വരെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനെ കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് മുറിച്ചു മാറ്റുകയൊക്കെ ചെയ്യും. കൂട്ടിച്ചേർക്കാൻ അങ്ങനെയാണ്. കൂട്ടിച്ചേർക്കാൻ ഇപ്പൊ സപ്പോസ് എ എന്നും ബി എന്നും രണ്ട് എന്താ പറയണ്ട വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഇതുപോലെ സി എ ബി എന്ന് പറഞ്ഞാൽ അത് രണ്ടും ഒന്നിനു പുറകെ ഒന്നായിട്ട് ചേർക്കാൻ പറ്റും. ഇന്ന് മറ്റതിനെ എടുത്ത് കളയുന്നത് ഇങ്ങനെയൊന്നും ചോദിച്ചാല് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. എനിവേ അത് നമ്പർ ഈ അറേയുടെ അറേയുടെ നമ്പർ വെച്ച് നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റത്തില്ലേ? അത് പറ്റും. ഇൻഡെക്സ് ചെയ്തിട്ട് പറ്റും. ഞാൻ അതിലോട്ട് വന്നിട്ടില്ല. ഇൻഡെക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതെടുത്ത് കളയാം, ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. നമുക്ക് അതിലോട്ട് വരാം. ഇത്രയുമാണ് ഇപ്പൊ ബേസിക് ആയിട്ട് ഇപ്പൊ ഞാൻ പറയുന്നത്. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, സാധാരണ നമ്മുടെ ഡാറ്റ മാനിപ്പുലേഷൻസ് എല്ലാം ചെയ്യുന്നത് റോസ് ആൻഡ് കോളംസ് ഉള്ള ഒരു സെറ്റപ്പിലാണ്. അപ്പൊ അതിൽ സാധാരണ സ്റ്റാറ്റിസ്റ്റിക്സിൽ കോളംസ് വിൽ ബി വേരിയബിൾസ്. ഇപ്പോൾ ഏജ്, സെക്സ് അങ്ങനെയുള്ള കോളംസ് ആയിരിക്കും. ആൻഡ് റോസ് വിൽ ബി ഒബ്സർവേഷൻസ്. ഓരോ ഇൻഡിവിജ്വലിന്റെ പേര്, ഏജ്, സെക്സ് അങ്ങനെയാണ് അത് പോകുന്നത്. അപ്പോൾ റോസ് ആൻഡ് കോളംസ് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ വെക്ടേഴ്സ് വിൽ ബി ഈക്വലന്റ് ടു ദ വേരിയബിൾസ്, ദ കോളംസ്, ആൻഡ് ദ റോസ് വിൽ ബി ഈക്വലന്റ് ടു ദ ഇൻഡിവിജ്വൽസ് ഓഫ് ദ യൂണിറ്റ്സ്. അപ്പൊ അതിന് അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറിന് നമ്മൾ ആറില് ഡാറ്റ ഫ്രെയിം എന്നാണ് പറയുന്നത്, ഡാറ്റ ഡോട്ട് ഫ്രെയിം. അപ്പൊ അതിനൊരു കമാൻഡ് ഉണ്ട്. നമ്മളിപ്പോ 4 വേരിയബിൾ 4 വെക്ടേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഡാറ്റ ഫ്രെയിം ആക്കാം. അത് വെറുതെ ഇങ്ങനെ അതിന്റെ പേരുകൾ കൊടുത്താൽ മതി. നെയിംസ്, ഏജ്, ക്ലാസ്. ഓക്കെ. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ഒരു ഡാറ്റ ഫ്രെയിം ആയിട്ട് കിട്ടും. നെയിം, ഏജ്, സെക്സ്, ക്ലാസ്. ഇപ്പൊ ഇത് വി ഹാവ് ക്രിയേറ്റഡ് ഡാറ്റ ഫ്രെയിം. ഡാറ്റ ഡോട്ട് ഫ്രെയിം എന്നാണ് ആ കമാൻഡ്. ഇതിന് വേണമെങ്കിൽ നമുക്കൊരു പേര് കൊടുക്കാം. ഗ്രൂപ്പ് എന്നോ എന്തെങ്കിലും. അപ്പൊ ഇനി നമ്മളിവിടെ ഗ്രൂപ്പ് എന്ന് അടിക്കുമ്പോൾ അതിങ്ങനെ അടിച്ച് കാണിക്കും. സോ ദിസ് ഇസ് അവർ ഡാറ്റ ഫ്രെയിം. ഡാറ്റ ഫ്രെയിമിന് ഉള്ള ചില റൂൾസ് ഉണ്ട്. അതായത് എല്ലാത്തിനും ഒരേ ലെങ്ത് ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് എറർ മെസ്സേജ് കാണിക്കും. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയിൽ മിസ്സിംഗ് NA, അതിലോട്ട് ഞാൻ വരാം. NA എന്നുള്ളതാണ് മിസ്സിംഗിന്റെ ആറിലുള്ള സൈൻ. അപ്പൊ ഏതായാലും ഇതിന്റെ ലെങ്ത് എല്ലാം സെയിം ആയില്ലെങ്കിൽ ഡാറ്റ ഫ്രെയിം ആക്കാൻ സാധിക്കില്ല. പിന്നെ ഡാറ്റ ഫ്രെയിമിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെക്ടേഴ്സ് എല്ലാം ഒരേ ടൈപ്പ് ആയിരിക്കണം. പക്ഷേ ഈ ഡാറ്റ ഫ്രെയിമിനകത്ത് പല ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് കൂട്ടിച്ചേർക്കാൻ പറ്റും. നേരെ മറിച്ച് ഒരു മാട്രിക്സ് ആണെങ്കിൽ ഇതെല്ലാം റോസ് ആൻഡ് കോളംസ് എല്ലാം ഒന്ന് തന്നെ ആയിരിക്കണം. നമ്പർ ആണെങ്കിൽ നമ്പർ, പേരാണെങ്കിൽ പേര്, അതുപോലെ. പക്ഷെ ഡാറ്റ ഫ്രെയിമിന് അങ്ങനെ വേണ്ട. അതുകൊണ്ട് തന്നെ ഡാറ്റ ഫ്രെയിമിനെ അവര് ഒരു കണക്കാക്കിയിരിക്കുന്നത് അതിന്റെ ക്ലാസ് ചോദിക്കുകയാണെങ്കിൽ അത് ഡാറ്റ ഫ്രെയിം എന്ന ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. അതുപോലെ അതിന്റെ മോഡ് ചോദിക്കുകയാണെങ്കിൽ അത് ലിസ്റ്റ് ആണെന്ന് പറയും. അതാണ് ഞാൻ പറഞ്ഞത്. ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് എല്ലാം കൂടെ ഒരു മിക്സറിനാണ് സാധാരണ ആറിന് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ മോഡ് ലിസ്റ്റ് ആണ്. ക്ലാസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇസ് കോൾഡ് ഡാറ്റ ഫ്രെയിം. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മിക്കവാറും മാനിപ്പുലേഷൻസ് നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത് ഡാറ്റ ഫ്രെയിംസ് ആണ്. അതാണ്. അപ്പൊ ഇനിയിപ്പോ നമ്മൾക്ക് ഡാറ്റ ഏകദേശം ഇമ്പോർട്ട് ചെയ്യാൻ റെഡിയായി. അതുകൊണ്ട് ഇനിയിപ്പോ ഈ സമയത്ത് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഇനിയുള്ള കമാൻഡ്സ് ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് സമയം സേവ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അതനുസരിച്ച് നമുക്ക് പോകാം. അപ്പൊ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടോ? ഓക്കെ, ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഞാൻ തന്നിട്ടുള്ള ഒരു ഡാറ്റ ബേസ് ഉണ്ടല്ലോ, അത്
അത് എവിടെയാണോ നിങ്ങൾ സേവ് ചെയ്തത് അതിലോട്ട് പോകേണ്ടി വരും. അപ്പോൾ എവിടെയാണെന്ന് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊരു CSV ആണ്, അതായത് കോമ സെപ്പറേറ്റഡ് വേരിയബിൾ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ഫയലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും എളുപ്പം ആർ സ്റ്റുഡിയോയിൽ ചെയ്യാവുന്നത് ഈ മുകളിൽ കാണുന്ന ഇമ്പോർട്ട് ഡാറ്റ സെറ്റ് എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ടെക്സ്റ്റ് എന്ന് ചോദിക്കുക, പലതരത്തിലുള്ള ഓഫർ വരും. അതിൽ എക്സലല്ല നമ്മുടേത്, CSV ആണ്. അതുകൊണ്ട് ടെക്സ്റ്റിൽ അടിച്ചാൽ മതി. അപ്പോൾ അതിങ്ങനെ ഒരു സാധനം തുറക്കും. അപ്പോൾ നമ്മളതിൽ ഈ ബ്രൗസ് കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെയാണോ നമുക്ക് പോകേണ്ടത് അങ്ങോട്ട് പോകാൻ സാധിക്കും. ഇപ്പം ഞാനിത് ഡൗൺലോഡ്സിലാണ് അടിച്ചേക്കുന്നത്. ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസ് എന്നങ്ങാണ്ടാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിലടിച്ചിട്ട് നമ്മൾ ഓപ്പൺ പറയുമ്പോൾ അപ്പോൾ ഇതിലിവിടെ ഇങ്ങനെ ഈ ഡാറ്റ ഇങ്ങനെ വരും. അപ്പോൾ ഏകദേശം നമുക്ക് നോക്കാം അത് ശരിയാണോ, കണ്ടിട്ടൊരു ചൊവ്വുണ്ടോന്ന്. ചില സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് ശരിയാവത്തില്ല എന്ന്. അതിൽ 1-2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഫസ്റ്റ് റോ ആസ് നെയിംസ്. സാധാരണ എല്ലാ CSV ഫയൽസിലും മുകളിലത്തെ ഒരു റോ എന്ന് പറയുന്നത് ഈ കോളംസിന്റെ ടൈറ്റിൽസോ നെയിംസോ ആയിരിക്കും. ഇനി അഥവാ അങ്ങനെ അല്ല, വെറും ഡാറ്റ മാത്രമേ ഉള്ളെങ്കിൽ ഇത് എടുത്ത് കളയണം, ഈ ടിക്ക് മാർക്ക് എടുത്ത് കളയണം, ഫസ്റ്റ് റോ ആസ് നെയിംസ് അല്ല എന്ന് കാണിക്കാനായിട്ട്. അങ്ങനെ വരുമ്പോൾ അത് തന്നെ ഓരോ പേരിടും, V1 V2 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കോളം നമ്പർ ചെയ്ത് പോകും. പിന്നെ ഡീലിമിറ്റർ കോമയാണ് ഇതില്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് ഇതിൽ അടിച്ചു നോക്കിയാൽ അറിയാം, സെമി കോളൺ ഒരു ഓപ്ഷൻ ഉണ്ട്. ചില യൂറോപ്യൻ എനിക്ക് തോന്നുന്നു മിക്കവാറും കോണ്ടിനെന്റൽ യൂറോപ്പില് എക്സ്റ്റൻസീവ് ആയിട്ട് കോമയാണ് അവർ ഡീലിമിറ്റർ ആയിട്ട് പലതിനും ഉപയോഗിക്കുന്നത്. അതുപോലെ ഡെസിമൽ പ്ലേസും അവർ കോമയായിട്ടാണ് ഉപയോഗിക്കുന്നത്. അല്ല, അവിടെ സെമി കോളൺ ആണ് ഡീലിമിറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് മാറ്റി സെമി കോളൺ കൊടുക്കേണ്ടി വരും. കോമ അവർക്ക് ഡെസിമൽ പോയിന്റ് ആയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് മാറ്റണം അതനുസരിച്ച്. അങ്ങനെയുള്ള 1-2 ഇത്രയേ ഉള്ളൂ. പിന്നെ ട്രിം, സ്പേസ്, ഓപ്പൺ ഡാറ്റ വ്യൂവർ, അതൊക്കെ അങ്ങനെ തന്നെ ഡിഫോൾട്ട് അടിച്ചിരുന്നാൽ മതി. എന്നിട്ട് ഇമ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിലിങ്ങനെ കുറെ ഡീറ്റെയിൽസ് വരും, എങ്ങനെയാണ് അത് പാഴ്സ് ചെയ്തതെന്നുള്ളതൊക്കെ ഉള്ളത്. ഓരോന്ന് ഡബിൾ ആണോ, എന്ത് ടൈപ്പ് ഓഫ് കോളം ആണ്. അപ്പോൾ അതോടുകൂടി തന്നെ ഇവിടെ ഇത് വരികയും ചെയ്യും. അപ്പോൾ ഇതാണ് അതിന്റെ കമാൻഡ്, വ്യൂ ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസ്. ഈ ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസ് 2 എന്നുള്ള പേരിലോട്ടാണ് അത് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ നോക്കിയാൽ കാണാം, റീഡ് _CSV. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. അതായത് നമ്മൾ ഈ 2 സാധനങ്ങൾ ഇൻവോക്ക് ചെയ്യണം. ലൈബ്രറി ടൈഡിവേഴ്സ്, ലൈബ്രറി ലൂബ്രിഡേറ്റ്. ഇത് രണ്ടും ആദ്യം തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഇവിടെ പോയി പാക്കേജ് നോക്കിയിട്ട് ഈ 2 പാക്കേജും, അല്ലെങ്കിൽ ഡ്യൂപ്ലിഡേറ്റ് ഇപ്പം ഇല്ലെങ്കിലും വേണ്ടില്ല, ടൈഡിവേഴ്സ് എന്ന് പറയുന്ന സാധനം നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഇൻസ്റ്റാളിൽ അടിച്ചാൽ അത് ഒരു ഓപ്ഷൻ വരും, പാക്കേജസ്. അപ്പോൾ അതിൽ ടൈഡിവേഴ്സ് എന്നടിക്കുമ്പോൾ എന്നിട്ട് ഇൻസ്റ്റാൾ അടിച്ചു കഴിഞ്ഞാൽ അത് അവിടെ വരും. അത് വൺസ് ഇറ്റ് ഈസ് ഇൻസ്റ്റാൾഡ്, ഞാനിപ്പോൾ അടിച്ചുകൊണ്ട് രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. എൻ്റെ കഴ്സറോടെ പോയി, രണ്ടാമത് ഓക്കെ. അപ്പൊ എല്ലാവരും അത് ചെയ്യണം. എന്നിട്ട് ഈ കമാൻഡ് അടിക്കണം, ലൈബ്രറി ടൈഡിവേഴ്സ് അടിക്കണം. കാരണം ഇനി ചെയ്യാൻ പോകുന്ന പലതിനും അത് ആവശ്യമാണ്. ടൈഡിവേഴ്സ് എന്ന് ഞാൻ പറഞ്ഞു നേരത്തെ സൂചിപ്പിച്ച പോലെ അത് പല പാക്കേജുകളുടെ ഒരു സൂപ്പർ പാക്കേജ് പോലെയാണ്. ഇറ്റ് മെയ്ഡ് ഈസിയർ. കുറച്ചുകൂടെ നമുക്ക് പണ്ട് ഇതില്ലായിരുന്നു, ഒരു 6-7 കൊല്ലം മുമ്പ് ഈ സാധനം ഇല്ലായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ ബേസ് ആർ കമാൻഡ്സ് ഉപയോഗിച്ച് തന്നെ നമ്മളെല്ലാം ചെയ്യണമായിരുന്നു. അത് ചെയ്യാൻ പറ്റും, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അതാണ് ഈ ടൈഡിവേഴ്സിന്റെ ഒരു ഗുണം. അത് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാക്കി എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ഈ ലൈബ്രറി ടൈഡിവേഴ്സ്
കമാൻഡ് കൂടെ നമ്മൾ അടിക്കണം. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും പാക്കേജസ് ഉണ്ട്. ggplot2, tibble, tidyr, cdar, per, dplyr, singer എല്ലാം ഇത്രയെല്ലാം കൂടെ നമുക്ക് നമ്മുടെ സ്പേസിൽ കിട്ടും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പോഴേ ഈ റീഡ് CSV എന്നുള്ള കമാൻഡ് അതിൽ നിന്ന് വരുന്നതാണ്. റീഡ് _CSV എന്നുള്ള കമാൻഡ് അത് ഈ പാക്കേജിൻ്റെ അകത്തു നിന്നുള്ള ഒരു കമാൻഡാണ്. അപ്പൊ നമ്മളിപ്പോൾ ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് നമ്മളിത് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അടുത്തതായിട്ട് പക്ഷെ ഇതിലിപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസ് 2 എന്നാണെന്ന് തോന്നുന്നു. ഓക്കെ, ഞാനിപ്പോൾ അടുത്തതായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് ആ ഡാറ്റയെ വെറുതെ ഡാറ്റ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിലേക്ക് കോപ്പി ചെയ്തിരിക്കുന്നു. അത് കോപ്പി ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ അത് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അതിന് ഞാൻ ചെയ്യുന്നതിന് 2 ഗുണങ്ങളുണ്ട്, 2 അഡ്വാൻറ്റേജസ് എനിക്കുണ്ട്. ഒന്ന്, ഈ ഒറിജിനൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഡാറ്റ ഒറിജിനലി അവിടെ കിടക്കും. പിന്നെ ഈ ഡാറ്റ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ നമുക്ക് പല മാനിപ്പുലേഷൻസും ചെയ്യാം. അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റ് വന്നാലും നമുക്ക് ആദ്യത്തെ ഡാറ്റ അവിടെ തന്നെ കിടക്കും. അതൊരു സൗകര്യമാണ്, അതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. പിന്നെ ഡാറ്റ എന്നുള്ള പേര് വളരെ എളുപ്പമാണ്, അല്ലെങ്കിൽ ഓരോ തവണ നമ്മൾ ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസ് 2 എന്ന് അടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അത് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാവർക്കും ഇത്രയും ചെയ്യാൻ പറ്റിയോ എന്നുള്ളതാണ് അടുത്തത്. ഓക്കെ, അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പോ സേവ് ചെയ്തപ്പോ അത് ഗ്ലോബൽ എൻവയൺമെന്റിലേക്ക് വന്നല്ലോ ഡാറ്റ. അത് നമ്മളിപ്പോ ഈ പ്രോഗ്രാം ക്ലോസ് ചെയ്താലും അതിനകത്ത് സേവ്ഡ് ആണോ? അത് പിന്നീട് അതിപ്പോ ഈ സ്പേസ് നമ്മള് ആർ സ്റ്റുഡിയോയിലാണെങ്കിൽ അത് ചോദിക്കും സേവ് ചെയ്യണോ, സ്ക്രിപ്റ്റ് സേവ് ചെയ്യണോ, ഈ സ്പേസ് ഇത് വർക്ക് സ്പേസ് സേവ് ചെയ്യണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അത് യെസ് അടിച്ചാൽ അത് അവിടെ കിടന്നോളും. അല്ലെങ്കിൽ നമ്മൾ അത് ക്ലോസ് ചെയ്യുന്നതോടുകൂടി അത് പോകും? ഇല്ല, അങ്ങനെ പോവില്ല. കാരണം നമ്മൾ ഓരോ സെഷനും കഴിഞ്ഞിട്ട് അടുത്ത സെഷനിൽ കയറുമ്പോൾ പഴയ സെഷൻ വരും. അല്ലെങ്കിൽ നമ്മൾ അത് ഡിലീറ്റ് ചെയ്ത് കളയണം. സാറിന്റെ ഈ ടൈപ്പ് ചെയ്യുന്ന വിൻഡോ ഉണ്ടല്ലോ, കമാൻഡ് വിൻഡോ, അത് ഇച്ചിരി വലുതാക്കാൻ പറ്റുമോ? ഇച്ചിരി കൺസോൾ ചെറുതാക്കിയാലോ? ഓക്കെ, അത് ചെയ്യാം. അതെയോ? ഓക്കെ, താങ്ക് യു. ഇത്രയും ചെയ്തെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോവാം. നമുക്കൊരു ഡാറ്റ നമ്മുടെ ഇപ്പൊ സാറ് ടൈപ്പ് ചെയ്ത ആ മെയിൻ ആയിട്ടുള്ള കമാൻഡ്സ് ഈ ചാറ്റ് വിൻഡോയിലേക്ക് ഒന്ന് കോപ്പി ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? താങ്ക് യു. ഈ പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. സോറി. ഏതാ പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഞാനത് കാണിച്ചു തരാം. CSV റീഡ് ചെയ്തത് തൊട്ടുള്ള കാര്യങ്ങള്, ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസ് ഇപ്പൊ ഇവിടെ കാണുന്ന 53 ലൈൻ നമ്പർ 53 തൊട്ടിട്ടുള്ള സാധനം. അതുപോലെയുള്ളത് എന്ത് ചെയ്യണം? ഈ ചാറ്റ് വിൻഡോയിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്താൽ പറ്റുമോ? we can just follow that from there. മനസ്സിലായി. ചാറ്റ് വിൻഡോ ഇനി ഞാൻ അങ്ങനെ നോക്കട്ടെ. ഞാനിപ്പോ ഇത് ഷെയർ ചെയ്തിരിക്കുന്നോണ്ട് എന്റെ ചാറ്റ് വിൻഡോ ഞാൻ ഇവിടുന്ന് പോകേണ്ടി വരും. ഈ കമാൻഡ് ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ആയതല്ലേ സർ? മറ്റേ നമ്മൾ ഇമ്പോർട്ട് ചെയ്തപ്പോഴത്തേന് ഇമ്പോർട്ട് ഡാറ്റ സെറ്റ് അത് നമ്മളത് അത് മറ്റേ അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നതാണ്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇതേ കമാൻഡ് ടൈപ്പ് ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇക്വലന്റ് അത്രേ ഉള്ളൂ. പക്ഷെ ഇതിൽ ചാറ്റ് വിൻഡോ എവിടെയാണ്?
ആരെങ്കിലും ഇത് കാണാൻ പറ്റുന്ന ആരെങ്കിലും ഒരാൾ ചെയ്താലും മതി. ഡെനിസ് സാറിന് ചെയ്യാൻ പറ്റുമോ? ഞാൻ വേണേ ടൈപ്പ് ചെയ്യാം, പക്ഷെ എനിക്ക് ആ ഫയൽ നെയിം ഫുള്ള് കാണാം. ഫയൽ നെയിം നിങ്ങളുടെ കറസ്പോണ്ടിങ് അല്ല, ഈ ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസ് നമ്മളെ പേര് മാറ്റിയില്ലേ, ഡേറ്റ എന്ന് പറഞ്ഞിട്ട്. അത് ഡേറ്റ ഈക്വൽസ് എന്നുള്ളത് അത് താഴെ കൺസോളിലെ കമാൻഡ് ആണ് താഴെ കാണുന്നത്. ഡേറ്റ ഈസ് ഈക്വൽ ടു ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസ് അണ്ടർസ്കോർ 2 എന്ന് പറഞ്ഞ കൺസോളിൽ കാണുന്നില്ലേ? അല്ല, നമ്മൾ ഈ CSV കമാൻഡ് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാ. നമ്മൾ ഇവിടെ അടിച്ചാൽ മതി. ഗ്ലോബൽ ഡാറ്റ ഇമ്പോർട്ട് ചെയ്യുന്ന ഇവിടെ ഉണ്ടല്ലോ റൈറ്റ് സൈഡില്, അവിടെ അടിച്ചപ്പോ അത് ഓൾറെഡി അത് കൺസോളിലോട്ട് അത് ആ കമാൻഡ് വരും. ഇതുപോലെ ഇത് കണ്ടില്ലേ, ഈ കമാൻഡ് ഞാൻ അടിച്ചതല്ല, അത് അങ്ങനെ ചെയ്യുമ്പോൾ തനിയെ വരുന്നതാ. അടിക്കുമ്പോഴത്തേക്ക് താഴെ ജനറേറ്റ് ചെയ്യുന്നതല്ലേ കൺകറന്റ് ആയിട്ട്? അതെ അതെ, അത് പക്ഷെ ഞാനിവിടെ കോപ്പി ചെയ്ത് വെച്ചത് അത് ഒരു അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് ചെയ്യുന്നത് പോകും, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പിന്നീട് ഓർക്കാൻ വേണ്ടി പിന്നീട് ഒരിക്കൽ കൂടെ ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് വെറുതെ റൺ ചെയ്താൽ മതിയല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അതിപ്പോ ഓൾറെഡി ചാറ്റ് വിൻഡോയിൽ ആരോ കോപ്പി ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ, പിന്നെ ഞാൻ അടുത്തോട്ട് പോട്ടെ. ഒരു ക്വസ്റ്റ്യനോടെ, ഡേറ്റ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ഡേറ്റ സ്ക്രിപ്റ്റ് വിൻഡോയിലാണ് ഡിസ്പ്ലേ ചെയ്തേക്കണേ. അതുകൊണ്ട് ആ വിൻഡോ മുഴുവൻ ഇപ്പൊ ഫുൾ ആയിട്ടിരിക്കുകയാണ്. ഇനി വീണ്ടും എങ്ങനെയാ? അതിന്റെ മുകളിൽ നോക്കിയാല് 2-3 ടാബ്സ് കാണാം. ഈ ഡാറ്റ ഉണ്ട്, അതിന്റെ ഇപ്പുറത്ത് മിക്കവാറും സ്ക്രിപ്റ്റ് പേര് കണ്ടു. ശരിയാ, താങ്ക് യു. അതിൽ അടിച്ചാൽ മതി, അപ്പൊ അത് തിരിച്ചു വരും. അപ്പൊ അത് ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് ഇഷ്ടം പോലെ അത് മാറ്റാം. പിന്നെ അതില് നമ്മൾക്ക് അടുത്തതായിട്ട് STR എന്ന് പറഞ്ഞ നമ്മൾ ഈ ഡാറ്റ എന്തൊക്കെയാണെന്നൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. സ്ട്രക്ചർ, അതിന്റെ ഒരു ഷോർട്ട് ഫോമാണ് സ്ട്രക്ചർ ഡാറ്റ. അപ്പോൾ STR ഡാറ്റ എന്ന് കൊടുത്താൽ അത് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് തരും. താഴെ നോക്കിയാൽ അറിയാം അത് എത്ര വേരിയബിൾസ് ഉണ്ട്, അത് എന്ത് ടൈപ്പ് വേരിയബിൾ ആണ്. ഇതിൽ പറഞ്ഞേക്കുന്ന ടിബിൾ എന്ന് പറഞ്ഞാൽ അത് ഈ ഡാറ്റ ഫ്രെയിമിന്റെ വേറൊരു വേർഷൻ ആണ്. ഇപ്പോഴത്തെ ഈ ടൈഡിവേഴ്സിനകത്ത് അവർ കുറെ കൂടെ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനമാണ് ടിബിൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഡയമെൻഷൻസ് ആണ് അത് കൊടുത്തേക്കുന്നത്. 28,182 റോസും 12 വേരിയബിൾസും. പിന്നെ ഓരോന്നിന്റെയും പേര് ID, ആദ്യത്തെ ID ആണ്, അത് ന്യൂമറിക്കൽ ആണ്. 1 മുതൽ 28,182 വരെ ഉണ്ട്. പിന്നെ അതിന്റെ ആദ്യത്തെ കുറെ, പിന്നെ ഗവൺമെന്റ് ID, അതെന്താണ്ട് ഇതൊരു സാധനം. അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഡയഗ്നോസ് ഡേറ്റ്, ഏജ്. ഇതിപ്പോ ഇടയ്ക്ക് വെച്ചെങ്ങാണ്ടുള്ള ഒരു കോവിഡിന്റെ ഇൻഡിവിജ്വൽസിന്റെ ഡാറ്റയാണ്, ഓരോരുത്തരുടെയും ഡാറ്റയാണ് അത്. അത് പക്ഷേ ഇത് കുറച്ച് പഴയതാണ്, ഇത്ര ഒരുപാട് നമ്പർ ഒന്നും ഇല്ല. അതുമല്ല ഒരുപാട് ഡാറ്റ മിസ്സിംഗ് ആണ്. അപ്പൊ ഞാനിത് കാണിക്കാൻ കാര്യം, സാധാരണ നമുക്ക് കിട്ടുന്ന ഡാറ്റ ഇങ്ങനെ ആയിരിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിങ്ങനെ എടുത്തത്. പിന്നെ ഇതിലിപ്പോ നമുക്ക് കണ്ടറിയാം, ഇപ്പൊ ഏജ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഏജ് ഇതില് ക്യാരക്ടർ ആയിട്ടാണ് എടുത്തേക്കുന്നത് ഈ ഡാറ്റ ഇതിൽ. ദാറ്റ്സ് എ പ്രോബ്ലം. അപ്പൊ നമുക്കത് സോൾവ് ചെയ്യേണ്ടി വരും. അപ്പൊ ഏജ് ക്യാരക്ടർ ആയാൽ പിന്നെ നമുക്ക് ഏജിന് എത്ര ഏജ് അല്ലെങ്കിൽ അതിന്റെ ആവറേജ് എടുക്കാനൊന്നും പറ്റില്ല. അതൊക്കെ അതിലൊക്കെ നമുക്ക് ഡീൽ ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് കണ്ടത്. ഇപ്പൊ 20 എന്നുള്ളത് കോഡ്സിലാണ് വരുന്നത്. അപ്പൊ അതെന്താ അവർ ഡാറ്റ എൻ്റർ ചെയ്തപ്പോൾ ഉള്ള പ്രശ്നമാണ്. ഇനി NA എന്ന് കാണിച്ചേക്കുന്നതാണ് R-ലെ മിസ്സിംഗ് വാല്യൂവിന്റെ കോഡ്. NA എന്ന് പറഞ്ഞാൽ നോട്ട് അവൈലബിൾ, നോട്ട് അപ്ലിക്കബിൾ എന്നൊക്കെ പറയുന്ന പോലെ NA ഡാറ്റ ഇല്ല എന്നുള്ള അർത്ഥമാണ്. അതുപോലെ ഇവിടെ തന്നെ ജെൻഡർ, അങ്ങനെ പല മിക്കവാറും എല്ലാം ക്യാരക്ടർ ആയിട്ടാണ് അവർ കോഡ് ചെയ്തേക്കുന്നത്. അത് അവർ ചെയ്തതിന്റെ ഒരു പ്രശ്നമാണ്. അത് നമുക്ക് പിന്നീട് സോൾവ് ചെയ്യേണ്ടി വരും. ഇത്രയും വേരിയബിൾസ് ഇതിലുണ്ട്. അതിൽ ഒരുപാട് NAയും ഉണ്ട്, അതാണ് ഒരു പ്രധാനപ്പെട്ട. ഈ STR എന്നുള്ള കമാൻഡ് ഇറ്റ്സ് എ ബേസ് കമാൻഡ്. R-ൽ എപ്പോൾ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നത്. നേരെ മറിച്ച് glimpse എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്, അത് ടൈഡിവേഴ്സ് കമാൻഡാണ്. അത് ഇത് തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടെ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് വെർഷൻ ആണ്. കണ്ടില്ലേ, കുറച്ചുകൂടെ നീറ്റായിട്ട് അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സോ 12 കോളം ഉണ്ട്, ഇത്രയും റോസ് ഉണ്ട്, നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ ടൈഡിവേഴ്സിന്റെ ഒരു ഗുണം ഇത്രയേ ഉള്ളൂ. ബേസ് R-നെ കുറച്ചുകൂടെ പ്രസന്റബിൾ ആക്കി നമുക്ക് എളുപ്പമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സാധനത്തിൽ
ഫോമിൽ തരുന്നു. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഏതൊക്കെ വേരിയബിൾ ഉണ്ട്, ഏതൊക്കെ സാധനങ്ങളുണ്ടെന്നൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാവും. പിന്നെ പോലെ വേറെ ഇതിന് ഓപ്ഷൻസ് ഉണ്ട്. ഹെഡ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. ഹെഡ് ഡാറ്റ എന്ന് കൊടുത്താൽ ആദ്യത്തെ ഒരു 6 റോസ് അവർ കാണിക്കും. പക്ഷെ ഇതിലിപ്പോൾ സ്ഥലമില്ലാത്തതുകൊണ്ട് അവർ 3 കോളംസേ കാണിച്ചിട്ടുള്ളൂ. പക്ഷെ 6 റോസ് കാണിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് അറിയാം ID, ഗവൺമെന്റ് ID, ഡയഗ്നോസ് ഡേറ്റ്, ഇത് പിന്നെ അതുപോലെ കുറേ ഉണ്ടെന്നുള്ളതാണ് ഇതിങ്ങനെ സൂചിപ്പിച്ചത്. ഏകദേശം എങ്ങനെ ഇരിക്കുന്ന ഒരു ഐഡിയ കിട്ടാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായത്, ഒരുപാട് മിസ്സിംഗ് ഡാറ്റ ഉള്ള ഒരു ഡാറ്റ സെറ്റാണ് ഇതെന്ന് മനസ്സിലായി. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഒന്ന് is.na എന്നുള്ളൊരു കമാൻഡ് ഉണ്ട്. അപ്പൊ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത് സം is.na ഡാറ്റ. അപ്പൊ is.na ഡാറ്റ എന്ന് പറയുന്നത് ഒരു ലോജിക്കൽ കമാൻഡാണ്. അപ്പൊ അത് ഓരോ ഡാറ്റ പോയിന്റിലും ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അത് either false or true. അപ്പോൾ ഇത് ട്രൂ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് മിസ്സിംഗ് ആണെന്ന്. NA എന്നുള്ളത് ട്രൂ ആകുമ്പോഴാണ് ഇത് ട്രൂ ആവുന്നത്. അപ്പൊ NA ഡാറ്റ എന്നുള്ളത് ട്രൂ ആണെങ്കിൽ അത് മിസ്സിംഗ് ഡാറ്റ, ഫാൾസ് ആണെങ്കിൽ മിസ്സിംഗ് അല്ലാത്ത ഡാറ്റ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള എല്ലാ ഡാറ്റ പോയിന്റ്സിനെയും സം എന്ന് പറഞ്ഞാൽ ടോട്ടൽ. അപ്പോൾ അത് കണ്ടുപിടിക്കാനാണ് നമ്മളിങ്ങനെ സം NA ഡാറ്റ എന്ന് കാണിക്കുന്നത്. അപ്പം ഇത്രയും മിസ്സിംഗ് ഉണ്ട്. അതുപോലെ തന്നെ തിരിച്ചു കൊടുത്താൽ ഈ നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്കിട്ട് കൊടുത്താൽ ഇറ്റ്സ് നോട്ട് NA എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ അത്രയും കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ബാക്കി ഇത്രയും ഡാറ്റ പോയിന്റ്സ് നമുക്കുണ്ട്, ഇത്രയും മിസ്സിംഗ് ഉണ്ട്. അപ്പൊ ഏകദേശം വലിയൊരു പ്രപ്പോർഷൻ മിസ്സിംഗ് ആണ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് അറിയേണ്ടത് ഏത് വേരിയബിളിലാണ് കൂടുതൽ മിസ്സിംഗ് എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കമാൻഡ് ഉണ്ട്. അതിപ്പോ തൽക്കാലം ഞാനത് അടിച്ചിരിക്കുന്നത് അതുപോലെ ടൈപ്പ് ചെയ്യാം. അതിന്റെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ ഇതാണ്. അപ്പൊ അപ്ലൈ ഡാറ്റ എന്നുള്ളത് നമ്മുടെ ഏത് ഡാറ്റയാണോ നമ്മൾ എടുക്കുന്നത് അതിന്റെ പേര് അടിക്കണം. ഡാറ്റ ടു ഫംഗ്ഷൻ എക്സ് ലെങ്ത് എക്സ് ഈസ് NAX. ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര ലെങ്ത് ആണെന്നുള്ളതാണ്. എക്സ് എന്ന് പറയുന്നത് അത് നമ്മൾ ഏത് വേരിയബിൾ ആണോ അതിനെയാണ് എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈസ് NAX, അതായത് ഈ സ്ക്വയർ ബ്രാക്കറ്റ് ആറില് ഒരു ഇൻഡെക്സിങ് ടൂളാണ്. അതായത് ഈ എക്സിലെ എത്ര എണ്ണം മിസ്സിംഗ് എന്നാണ് സാധാരണ പ്ലെയിൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ എക്സിനകത്ത് എത്ര എണ്ണം മിസ്സിംഗ് ആണോ അതിന്റെ ലെങ്ത് എടുക്കാനാണ് നമ്മൾ പറയുന്നത്. 2 എന്ന് പറയുന്നത് അപ്ലൈ ബൈ കോളംസ്. അപ്പോൾ ആറിൽ ഒരു റൂൾ ഉള്ളത്, anything applicable to rows will be considered as 1 and anything applicable to columns will be considered 2. നമുക്ക് കോളം വൈസ് ആണ് എടുക്കേണ്ടത്, കാരണം ഓരോ വേരിയബിളിലും എത്ര എന്നാണ് അറിയേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ 2 എന്ന് കൊടുക്കുന്നത്. അപ്പൊ ഈ കമാൻഡ് അതുപോലെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഓരോ വേരിയബിളിലും എത്ര മിസ്സിംഗ് വാല്യൂ ഉണ്ടെന്ന് ഇങ്ങനെ വരും. അപ്പോൾ മിസ്സിംഗ് ഇല്ല, ഗവൺമെന്റ് ID ഉണ്ട്, ഏജിൽ ഒരുപാട് മിസ്സിംഗ് ഉണ്ട്, സെൻഡറിൽ ഒരുപാട് മിസ്സിംഗ് ഉണ്ട്, ഡിറ്റക്റ്റഡ് സിറ്റിയിലുണ്ട്, സ്റ്റേറ്റിലില്ല, നാഷണാലിറ്റിയിലുണ്ട്. അപ്പോൾ ഒരുപാട് മിസ്സിംഗ് ഡാറ്റ ഉള്ള ഒരു ഡാറ്റയാണത്. അപ്പോൾ നമുക്കത് മനസ്സിലായി. അപ്പോൾ തന്നെ ഇതിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇതാ ഞാൻ പറഞ്ഞു, ഓരോ ഡാറ്റ നമ്മൾ നോക്കുമ്പോൾ അത് ആദ്യം തന്നെ അത് എക്സ്പ്ലോർ ചെയ്തിട്ട് കൂടുതൽ കാര്യം ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതും കൂടെയാണ് ഇതിന് നമുക്ക് മനസ്സിലാവുന്നത്. ഇനിയിപ്പോ ഇതിൽ എന്തെങ്കിലും ഉണ്ടോ ഇതുവരെയുള്ള? നമ്മൾ മുമ്പോട്ട് പോകണോ അതോ? നമ്മള് 1 മണിക്കൂറിന് മുകളിലായി. അതെ, അതാ പറഞ്ഞത്. അപ്ലൈ ടു അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മളൊരു ഡാറ്റ ഫ്രെയിം ആണല്ലോ. അപ്പൊ ഈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യേണ്ടത് റോ വൈസ് ആണെങ്കിൽ 1 കൊടുക്കും, കോളം വൈസ് ആണെങ്കിൽ 2 കൊടുക്കും. ആറിലെ ഒരു ജനറൽ റൂളാണ്. എന്ത് ഹലോ, RDO സൗണ്ട്
പ്രശ്നം ഉണ്ടാക്കുന്നു. ഏതാ? ആരുടെയോ ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഭയങ്കര. അത് പക്ഷെ ഇവിടെയല്ല, ഞാൻ അല്ലല്ല. കുട്ടികളാരാണെന്ന് തോന്നുന്നു, ഇവിടെ ആരുമില്ല. ഒരു കുട്ടിയേ ഉള്ളൂല്ലേ, രാമൻകുട്ടി. അതെ അതെ, രാമൻകുട്ടി മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിർത്താം. ഇപ്പൊ അടുത്തതിലോട്ട് ദിവസം പോവാം. സർ ക്വിക്കായിട്ട് ഒരു സംശയം സാറേ, ഈ സ്ക്രിപ്റ്റ് ആ സ്ക്രിപ്റ്റ് വിൻഡോയിൽ എഴുതിയിരിക്കുന്നതെല്ലാം ഒരു ഫയലായിട്ട് സേവ് ചെയ്യാൻ പറ്റുമോ, അതോ നമ്മൾ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യണം? അല്ലല്ല, സേവ് ചെയ്യാം. ഞാൻ വേണേ അയച്ചു തരാം. ഞാൻ അയച്ചു തരാം. ഇതുവരെ ഞങ്ങൾ തന്നെ അത് സേവ് ചെയ്യാൻ ദിവസവും ചെയ്യുന്നത് ഒരു ഫയലിലേക്കോ? മതി. അത് ഇവിടെ ഈ ഫയൽ ഇവിടെയാണ് നമ്മുടെ കഴ്സർ ഇരിക്കുന്നതെങ്കിലും മുകളിൽ ഫയൽ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ സേവ് കൊടുത്താലും സേവ് ആസ് കൊടുത്താലും അത് നമുക്ക് സേവ്. അപ്പൊ അതിന് സാധാരണ അത് സ്ക്രിപ്റ്റ് ആയിട്ട് സേവ് ചെയ്യണമെങ്കിൽ ഡോട്ട് എന്ന് പറഞ്ഞ ഒരു എക്സ്റ്റൻഷൻ വരും. അല്ല, ഈവൻ ടെക്സ്റ്റ് ആയിട്ട് സേവ് ചെയ്താലും തിരിച്ചിട്ട് കഴിയുമ്പോൾ അത് റൺ ചെയ്യാൻ പറ്റും. സാർ അതുപോലെ ഇൻഡിവിജ്വൽ ഫംഗ്ഷന്റെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് യൂസ് ചെയ്യാം അല്ലേ? 2 ക്വറി വേണമെന്ന് തോന്നുന്നു. പിന്നെ ഉള്ളത് ഇവിടെ ഉണ്ട്. ഇവിടെ ഈ ഹെൽപ്പിൽ നോക്കിയാലും കുറെ കിട്ടും. ഇവിടെ ഒരു വിൻഡോ ഉണ്ടല്ലേ, ഹെൽപ്പ്. അതെ, അതിൽ അടിച്ചു നോക്കിയാലും കുറെ കിട്ടാം. അല്ലെങ്കിൽ പിന്നെ അതിന്റെ സൈറ്റിൽ പോയിട്ട് ഒരു സെർച്ച് എഞ്ചിൻ ഉണ്ട്, അതിൽ കൊടുത്താൽ കുറച്ച് വിശദമായിട്ടുള്ള ക്രാനിന്റെ സൈറ്റിൽ ഒരു സെർച്ച് എഞ്ചിൻ ഉണ്ട്. പക്ഷെ ഇതിലൊരു ചെറിയ പ്രശ്നം, ഇതിന്റെ ഒരു ഹെൽപ്പ് ഡോക്യുമെന്റേഷൻ വളരെ ഡെൻസ് ആണ്. അതൊരു വളരെ ചുരുക്കി. ഞാൻ നോക്കിയായിരുന്നു. ഞാൻ ആക്ച്വലി ഹെൽപ്പ് ഡോക്യുമെന്റേഷനെക്കാളും പ്രയോജനം ചെയ്യുന്നത് ഏറ്റവും അടിയിലാണെങ്കിൽ 1-2 എക്സാമ്പിൾ കാണാം. അവിടെ നോക്കുമ്പോഴാണ് കുറച്ച്. എക്സാക്ട്ലി, അത് ഐ ഓൾസോ അഗ്രി. അത് എക്സാമ്പിൾ ആണ് ഏറ്റവും പ്രയോജനപ്രദം. അത് നോക്കി പോയാൽ മതി. ആ കമാൻഡിന്റെ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് കൺസോളിൽ ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് സൈഡിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ കമാൻഡിന്റെ ഹെൽപ്പ് വരും. ഓക്കെ, ഞാനിപ്പോ അപ്ലൈക്ക് ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു. പിന്നെ ഇതിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ, അതിനൊരു സപ്പോർട്ട് എന്ന് പറയുന്ന ബ്ലോഗേഴ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിൽ കുറെയൊക്കെ നമുക്ക് ഒത്തിരി കട്ടി കൂടിയതായിരിക്കും. പക്ഷെ നമ്മുടെ ആവശ്യമുള്ള ഒരു സെർച്ച് എഞ്ചിനിൽ കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു ആർട്ടിക്കിൾ അതിൽ ചിലപ്പോൾ എഴുതി കാണും. നോക്കി അപ്പൊ പിന്നെ സംശയമൊന്നുമില്ലെങ്കിൽ അടുത്ത ദിവസം എന്നാണെന്ന് തീരുമാനിക്കാം.